everyone, welcome back to Xylem Learning. Akshay sir ആണ്. So 8th CBSE ലെ പ്രധാനപ്പെട്ട രണ്ട് ചാപ്റ്ററിന്റെ റിവിഷൻ ആണ് മക്കളെ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മക്കളെ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന നമ്മുടെ ചാപ്റ്ററും അതോടൊപ്പം തന്നെ റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസ്, ഈ രണ്ട് ചാപ്റ്ററിന്റെയും റിവിഷൻ ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. മകളെ ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? നിങ്ങളുടെ സുഹൃത്തുക്കളെ എന്ത് ചെയ്യുക? ലൈവിലേക്ക് കൊണ്ടുവരിക. ഐ വാണ്ട് എവരിബഡി ഓഫ് യു ടു ബ്രിങ് യുവർ ഫ്രണ്ട്സ് ടു ദിസ് ലൈവ് സെഷൻ. ഈ ലൈവ് സെഷനിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ എന്ത് ചെയ്യുക മക്കളെ? നിങ്ങളുടെ സുഹൃത്തുക്കളെ എത്തിക്കുക. സോ നമ്മുടെ ലൈവ് സെഷൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. എന്റെ ശബ്ദം നിങ്ങൾ കൃത്യമായി കേൾക്കുന്നുണ്ടെങ്കിൽ, എന്നെ നിങ്ങൾക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക മക്കളെ? ഫയർ ഇമോജി ഇടുക കേട്ടോ. ഫയർ ഇമോജി ഇട്ടുകൊണ്ട് കൃത്യമായി നിങ്ങൾക്ക് എന്നെ കാണാമെന്നും കൃത്യമായി എന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാമെന്നും അതോടൊപ്പം തന്നെ എന്റെ പിറകുവശത്തായി കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന് എഴുതിയത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക കുട്ടികളെ. എല്ലാം സെറ്റല്ലേ? സെറ്റല്ലേ? യെസ്, ഫയർ ഇമോജി ഇട്ടിട്ടുണ്ട്, സെറ്റാക്കുന്നുണ്ട്. റെഡിയാണ്. യെസ്, റെഡി. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട ചാപ്റ്ററിന്റെ ഡിസ്കഷൻ ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. റെഡിയല്ലേ? സെറ്റല്ലേ? യെസ്. സോ ബയോളജിയിലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നു. ഹായ് സാർ, സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സുഖമാണ്. നിങ്ങൾക്കും സുഖമാണ് എന്ന് തന്നെ സാർ കരുതുന്നു. അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവരും എന്ത് ചെയ്യണം? അസുഖങ്ങളൊന്നും വരാതെ സുഖമായി തന്നെ ഇരിക്കട്ടെ. യെസ്. വളരെ പ്രധാനപ്പെട്ട രണ്ട് ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒട്ടും സമയം നമുക്ക് കളയാനില്ല, നമുക്ക് ആരംഭിക്കാം. എന്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്യണം? കൃത്യമായി സാറിന്റെ കൂടെ തന്നെ കട്ടയ്ക്ക് ഉണ്ടാവണം കേട്ടോ. കട്ടയ്ക്ക് സാറിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചാപ്റ്റർ, നമുക്ക് രണ്ട് ചാപ്റ്റർ വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ തപസ് രഞ്ജൻ, യെസ്. അതുവഴി നമുക്ക് എന്ത് ചെയ്യാം? പഠിച്ചെടുക്കാം. ഓക്കെ, പരീക്ഷക്കൊക്കെ നല്ല മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, റെഡി. അപ്പൊ എല്ലാവരും ഫയർ ഇമോജി ഇട്ട് സെറ്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് എന്ന സെക്ഷൻ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതിന്റെ സിനാപ്സിസ് നമ്മളൊന്ന് പരിശോധിക്കാം. ഇതിന്റെ കോണ്ടന്റ് എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഡിഫോറസ്റ്റേഷനും അതിന്റെ കോസസുമാണ് പഠിക്കുന്നത്. പിന്നീട് കോൺസിക്വൻസസ് ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഡിഫോറസ്റ്റേഷൻ, കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്, ബയോസ്ഫിയർ റിസർവ്, ഫ്ലോറ ആൻഡ് ഫോണ, എൻഡമിക് സ്പീഷീസ്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, പിന്നെ നാഷണൽ പാർക്ക്. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. റെഡി. പിന്നെ നമ്മൾ റെഡ് ഡാറ്റ ബുക്ക് ആൻഡ് മൈഗ്രേഷൻ, ഇതും നമ്മൾ പഠിക്കും. സോ ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനമായും പഠിക്കേണ്ട ഭാഗങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കണം. ഒരു ബുക്കും പെന്നൊക്കെ എടുത്തോ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, റെഡി. യെസ്. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഡിഫോറസ്റ്റേഷൻ ആൻഡ് ഇറ്റ്സ് കോസ്. അപ്പൊ ഡിഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മരങ്ങളെ എന്ത് ചെയ്യുക? വെട്ടി നശിപ്പിക്കുകയാണ് അല്ലെ? പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് മരങ്ങളെ നശിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫോറസ്റ്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ ഡിഫോറസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അതാണ് കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ് ആണ്, ക്ലിയറിംഗ് ദ ഫോറസ്റ്റ് ഏരിയ ആണ്. റെഡി, നമുക്ക് നോക്കാം. എ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് പ്ലാന്റ് ആൻഡ് ആനിമൽ എക്സിസ്റ്റ് ഓൺ എർത്ത്. ദേ ആർ എസെൻഷ്യൽ ഫോർ വെൽബീയിങ് ആൻഡ് സർവൈവൽ ഓഫ് മാൻകൈൻഡ്. അല്ലെ, നമുക്ക് ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും മാനവരാശിക്ക്, മനുഷ്യന് ഉപകാരപ്രദമുള്ളവയാണ്. പരസ്പരം എല്ലാ ജീവജാലങ്ങളും ഇന്റർലിങ്ക്ഡ് ആണ്. ടുഡേ എ മേജർ ത്രെറ്റ് ടു സർവൈവൽ ഓഫ് ദീസ് ഓർഗാനിസം ഈസ് ഡിഫോറസ്റ്റേഷൻ. We know that deforestation means clearing of forest and using the land for other purpose. What is deforestation? What do you mean by deforestation? Deforestation എന്താ പറഞ്ഞേ? യെസ്, വൺ ഷോട്ടിൽ പഠിച്ചു. നമ്മൾ ഇന്ന് രണ്ട് ചാപ്റ്ററും കൂടി ഒരുമിച്ച് പഠിക്കുകയാണ് കേട്ടോ. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ തപസ് രഞ്ജൻ, ഓക്കെ ക്ലിയർ? യെസ്. എന്താ ഡിഫോറസ്റ്റേഷൻ? ഡിഫോറസ്റ്റേഷൻ എന്താണ്? കട്ടിംഗ് ഡൗൺ അല്ലെങ്കിൽ ക്ലിയറിംഗ് ഓഫ് എന്താണ്? ഫോറസ്റ്റ് ലാൻഡ് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഏരിയ ആൻഡ് യൂസിങ് ദ ലാൻഡ് ഫോർ അതർ പർപ്പസ്. ലാൻഡ് നമ്മൾ മറ്റു പർപ്പസിന് ഉപയോഗിക്കും. അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെ ഈ ടിമ്പർ അല്ലെങ്കിൽ ആ ഒരു വുഡ് നമ്മൾ വേറെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കും.
അപ്പോൾ കുറച്ച് പർപ്പസ് പറയുന്നുണ്ട്. പ്രൊക്വയറിംഗ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ. എന്തിനാ ഡിഫോറസ്റ്റേഷൻ നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ ഇത് എന്ന് പറയുന്നത് എന്താണ്? പ്രൊക്വയറിംഗ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ. കൃഷി ചെയ്യാൻ വേണ്ടി ഭൂമി വേണം അല്ലേ? പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിംഗ് ഇൻ അലാർമിംഗ് റേറ്റ്. ശരിയല്ലേ? പോപ്പുലേഷൻ കൂടുതൽ ഇങ്ങനെ കൂടി വരികയാണ്. യെസ് തപസ്രഞ്ജൻ, കട്ടിംഗ് ഓഫ് ട്രീസ് ഇൻ ലാർജ് സ്കെയിൽ ആണ്. അപ്പോൾ പോപ്പുലേഷൻ കൂടി വരുമ്പോൾ ഡിമാൻഡ് കൂടുകയാണ് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഫുഡിനുള്ള ഡിമാൻഡ് കൂടുമ്പോൾ കൾട്ടിവബിൾ ഏരിയ ഇൻക്രീസ് ചെയ്യണം. സോ എക്സിസ്റ്റ് ചെയ്യുന്ന ഏരിയയിൽ നിന്ന് കൂടുതൽ ഏരിയ വേണമെങ്കിൽ എന്ത് ചെയ്യണം? അവൈലബിൾ ഫോറസ്റ്റ് ഒക്കെ എന്ത് ചെയ്യേണ്ടി വരും? ക്ലിയർ ചെയ്യേണ്ടി വരും. ആസ് യു സീ ഇൻ ദി ബാക്ക്ഗ്രൗണ്ട് പിക്ചർ. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു. ഫോറസ്റ്റ് ഏരിയ നമ്മൾ കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യുമ്പോൾ we get land for agriculture or cultivation. Then building houses and factories, then making furniture or using wood as fuel. So ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഡിഫോറസ്റ്റേഷൻ സംഭവിക്കുന്നുണ്ട്. ഫോർ ബിൽഡിങ്സ്. കറക്റ്റ് ഗച്ചാ ലിസ, കറക്റ്റ് ആണ്. Then ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ, the demand for food is also increasing. Agriculture, which is a practice of growing food, need to be done on large scale to meet the increasing food demand. Then thus vast areas of forest are being cleared by cutting down of trees and land is used for agriculture. Land എന്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ്? അഗ്രികൾച്ചറിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഫോർ മേക്കിംഗ് ഹൈവേസ് എന്നൊക്കെ പറയുന്നത് കറക്റ്റ് ആണ് മക്കളെ. യെസ്. ഡിമാൻഡ് ഫോർ ബേസിക് നെസസിറ്റീസ് ലൈക്ക് ക്ലോത്ത്, മെഡിസിൻ, cloth and medicine, trees are being cut down for more space to establish above industries. So നമുക്ക് ഈ ഫുഡ് മാത്രമല്ല അല്ലെ, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ചിട്ട് ക്ലോത്തിങ് വേണം അല്ലെ, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ വേണം. അതിന് വേണ്ടി മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രീസും കൂടുതലായിട്ട് ഉണ്ടാവണം. സോ ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ലാൻഡ് വേണം. സോ they are forced to clear the land or clear the forest ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് ലാൻഡ്, ഇൻഡസ്ട്രി സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ലാൻഡ് വേണം. With the expansion of cities, more land is needed to establish housing and settlement, known as urbanization. That is what is called urbanization. അതായത് സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഒരു ഏരിയയിൽ എന്ത് ചെയ്യുക? ഫാക്ടറീസ് വരുന്നു, കൂടുതൽ സെറ്റിൽമെന്റ് അങ്ങോട്ടേക്ക് വരികയാണ്, ഓപ്പർച്യൂണിറ്റീസ് കൂടുകയാണ്. ഫോർ എക്സാമ്പിൾ മെയിൻ നഗരങ്ങൾ, ഫോർ എക്സാമ്പിൾ ചെന്നൈ പോലുള്ള നഗരങ്ങളിൽ എല്ലാ നാട്ടിൽ നിന്ന് ആൾക്കാരും എന്ത് ചെയ്യും? അവിടെ വരും. കാരണം എന്താ? അവിടെയാണ് ഹ്യൂജ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. കൂടുതൽ സെറ്റിൽമെന്റ്സ് ഉണ്ട്, കൂടുതൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, കൂടുതൽ സാധ്യതകളുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? അതാണ് അർബനൈസേഷൻ. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഫോറസ്റ്റ് ഏരിയാസ് ഒക്കെ ക്ലിയർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവും, ഡിഫോറസ്റ്റേഷൻ ഉണ്ടാവേണ്ട സാഹചര്യമുണ്ട്. Yes. Ready. Yes, for industry, mining, etc. Yes, ready. So ഇവിടെ നമ്മൾക്ക് ബ്രോഡ്ലി നമ്മൾ കോസസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നാച്ചുറൽ കോസസും മാൻമെയ്ഡ് കോസസും ഉണ്ട്. അതിൽ നാച്ചുറൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ മാൻമെയ്ഡ് കോസസാണ്. ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാൻ, അഗ്രികൾച്ചറിന് വേണ്ടി പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അതൊക്കെ എന്താണ്? മാൻമെയ്ഡ് കോസസ് ആണ്. എന്നാൽ നാച്ചുറൽ കോസസ് ആണ് ഡ്രോട്ടും ഫോറസ്റ്റ് ഫയർ. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന FAQ ആണ്, ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ ആണ്. നാച്ചുറൽ കോസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ പഠിക്കണം. നാച്ചുറൽ കോസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ, ഫോറസ്റ്റ് ഫയർ ആൻഡ് സിവിയർ ഡ്രോട്ട്, വരൾച്ചയാണ് കേട്ടോ. ഇത് പഠിക്കണേ. യെസ്, ഇത് പഠിക്കണം, ഇത് ചോദിക്കാറുണ്ട്. Then consequence of deforestation. ഓക്കെ, ഡിഫോറസ്റ്റേഷൻ നടന്നാൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ നമ്മൾക്കുണ്ടാവും, നമ്മളെങ്ങനെ ബാധിക്കും, അതാണ് പറയുന്നത്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭൂമിയെ എങ്ങനെ ബാധിക്കും. ഡിഫോറസ്റ്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നമാണ് സോയിൽ ഇറോഷൻ. എന്താ സോയിൽ ഇറോഷൻ? ഇറ്റ്സ് എ റിമൂവൽ ഓഫ് ടോപ്പ് ലെയർ ഓഫ് സോയിൽ. നമ്മുടെ ഭൂമിയിൽ ഏറ്റവും മുകളിലുള്ള ടോപ്പ് ലെയറിനെയാണ് നമ്മൾ എന്ത് പറയാ? ടോപ്പ് സോയിൽ എന്ന് പറയാം. ഓക്കെ, നമ്മുടെ ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള ലെയറാണ്. അതിന് പ്രത്യേകത എന്താ? മാക്സിമം ന്യൂട്രിയന്റ് ക്വാളിറ്റി ഉള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് ആണ് ഏറ്റവും മുകളിലുള്ള ടോപ്പ് സോയിൽ. ഓക്കെ, മരങ്ങളുടെ പ്രത്യേകത എന്താ? മരങ്ങളുടെ വേര്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ് ആങ്കേഴ്സ് ദ സോയിൽ. അല്ലെ, നന്നായിട്ട് ഫിക്സ് ചെയ്യും, സോയിലിനെ നന്നായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അതുവഴി ടോപ്പ് ഫെർട്ടൈൽ ലെയർ ഓഫ് സോയിൽ എന്ത് ചെയ്യില്ല? വാഷ് അവേ ആവില്ല. ബട്ട് മരങ്ങളെ മുറിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സോയിൽ ഡ്രൈ ആവും. അതോടൊപ്പം തന്നെ അതിന്റെ ബൈൻഡിങ് കപ്പാസിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. ചെറിയ കാറ്റിലും അതുപോലെ തന്നെ വെള്ളപ്പാച്ചലിലും ഒക്കെ എന്ത് ചെയ്യും? ഈ ടോപ്പ് ലെയർ ഓഫ് സോയില് എന്താവും മക്കളെ? ടോപ്പ് ലെയർ ഓഫ് സോയില് ഡിപ്ലീറ്റഡ് ആവും. റെഡി? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനെയാണ് നമ്മൾ സോയിൽ ഇറോഷൻ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. യെസ്, അതിനെയാണ് നമ്മൾ എന്താ പറയാ? സോയിൽ ഇറോഷൻ.
Ready? Yes, global warming, less rainfall. Very good. No trees, no oxygen. Oxygen quantity കുറയും അല്ലേ? കറക്റ്റ് ആണ്. ബട്ട് ഏറ്റവും കൂടുതൽ ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കടലിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ സീ അല്ലെങ്കിൽ ഓഷ്യനിലെ ആൽഗകളും ഫൈറ്റോ പ്ലാങ്ക്ടണുമാണ് ഏകദേശം ഒരു 70% അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, റെഡി. നെക്സ്റ്റ്, ദ എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ. ഓക്കെ, സോയിൽ ഇറോഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ്, ദ എക്സസ് എമൗണ്ട് ഓഫ് വാട്ടർ ലീവ് ത്രൂ സ്റ്റൊമാറ്റ present in the leaf. It's called transpiration. So here we know it's a process called transpiration. What is transpiration? നമ്മുടെ ചെടികൾ എല്ലാവരും ശ്രദ്ധിക്കണേ. നമ്മുടെ ചെടികളുടെ ഏരിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ മണ്ണിന് മുകളിലേക്കുള്ള ഭാഗമാണ്, ലീഫൊക്കെ വരുന്ന ഭാഗമാണ്. അപ്പൊ ഈ ലീഫിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, വാട്ടർ വേപ്പർ സ്റ്റേറ്റിൽ, വാട്ടർ ഇൻ ദ ഫോം ഓഫ് വേപ്പർ ഈസ് റിമൂവ്ഡ് ഓർ ലോസ്റ്റ് ഫ്രം ദി ഏരിയൽ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ലീഫ്. അതിനെയാണ് നമ്മൾ ട്രാൻസ്പിരേഷൻ എന്ന് പറയാം. അങ്ങനെ കുറെ ചെടികൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ചെടികളിൽ നിന്നുള്ള ട്രാൻസ്പിരേഷൻ വഴി വാട്ടർ വേപ്പർ ഈസ് എസ്കേപ്പിംഗ്. ഇത് റെയിൻഫാളിന് നല്ല രീതിയിൽ സാധ്യത ഉണ്ടാക്കും. അപ്പൊ മരങ്ങളെ മുറിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പിരേഷൻ റേറ്റ് ഡിക്രീസസ്. When trees are being cut down, transpiration rate decreases. When transpiration rate decreases, annual rainfall rate also decreases. അവിടെ പറയാൻ നോക്കാം, transpiration process is very important for environment, but due to deforestation, transpiration rate is decreasing. More number of trees means more transpiration rate. Lesser number of trees means transpiration rate is decreasing. Do you connect this? Connect ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? Yes. The decrease in rate of transpiration will affect atmospheric moisture. അന്തരീക്ഷത്തിലെ മോയ്സ്ചർ കുറയും അല്ലേ? ട്രാൻസ്പിരേഷൻ കുറയുമ്പോൾ അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചർ കുറയും, and thereby decreases amount of rainfall. So do you see the irony? Do you see the connection? When number of trees are more transpiration. More transpiration means more amount of moisture in the atmosphere. More amount of moisture in the atmosphere means more rainfall. And what happens after deforestation? Deforestation, we are clearing the forest. We are cutting down the trees. So deforestation is existing means transpiration rate decreases. When transpiration rate decreases, amount of moisture in the atmosphere decreases. When amount of moisture in the atmosphere decreases, rainfall also decreases. Ready? The decrease in rainfall in particular area for longer duration is called the drought. Varalcha. Plants cannot survive in such conditions as the land become dry with no moisture to provide the plants. So വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് പറയുന്നത്. And also നിങ്ങൾ ഇവിടെ global warming പറയുന്നത് that also happens. ഹലോ AK സാർ, AK സാർ അല്ല മക്കളെ, AKY സാറാണ്. AK സാർ വേറൊരു സാറുണ്ട്, അഫ്ന സാറാണ്, മാത്സിന്റെ സാറാണ്, നിങ്ങൾക്ക് വരും വലിയ ക്ലാസ്സുകൾ. ഓക്കെ, സോ ഇത് AKY ആണ് കേട്ടോ. മൈ നെയിം ഈസ് AKY. റെഡി? സെറ്റാണ്. പവറാണ്. നെക്സ്റ്റ്, prevention of deforestation. What to be done in order to stop this action? What to be done? So first one is recycling of paper, and you should be aware of this fact that 17 fully grown trees are used to make 1 ton of paper. See, in order to make 1 ton of paper, we need to cut down 17 fully grown trees. So in this particular context, what we need to think of? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? പേപ്പർ സേവ് ചെയ്യാം, റീസൈക്കിൾ ചെയ്യാം. റീസൈക്ലിംഗ് മീൻസ് വാട്ട് യു ആർ ഡൂയിങ്. നമ്മൾ ഇപ്പോഴത്തെ പേപ്പറൊക്കെ നമ്മൾ റാക്ക് പിക്കേഴ്സിന് കൊടുത്ത് അവരത് പ്രോസസ് ചെയ്ത് അതിന്റെ എന്ത് ചെയ്യും, വീണ്ടും പേപ്പറാക്കി ഇറക്കും. അത് നമ്മൾ വീണ്ടും ഉപയോഗിക്കുക. അല്ലാതെ വീണ്ടും മരങ്ങളെ മുറിക്കുന്ന പ്രവണത നമ്മൾ ഒഴിവാക്കുക. Since deforestation is major threat to environment, it is necessary to take measures
One of the method is to recycle and reuse. Very, very important. To make 1 ton of paper, 17 fully grown trees are required. To overcome these, we can always recycle our used paper so that our trees are saved and we get papers too. So, paper kittum recycle as well as we are making sure that we are not cutting any trees. നമ്മൾ മരങ്ങളെ മുറിക്കുന്നില്ല. Next, ശ്രദ്ധിക്കണം. ഇനി ഞാൻ 2 ടേംസ് പറയും. And both these terms are very important and never ever get confused with these terms. മക്കളെ 2 ടേംസ് ഞാൻ പറയും. ആ 2 ടേംസും കൺഫ്യൂസിംഗ് ആണ്. പക്ഷെ എന്റെ മക്കൾ എന്ത് ചെയ്യരുത്? കൺഫ്യൂസ് ചെയ്യരുത്. അപ്പൊ കൃത്യമായി ശ്രദ്ധിക്കുക. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന 2 ടേംസ്, ഒന്ന് അഫോറസ്റ്റേഷൻ ആണ്, ഒന്ന് റീഫോറസ്റ്റേഷൻ ആണ്. Afforestation and reforestation. Both are planting only. Both are planting of trees only. What is afforestation? ശ്രദ്ധിക്കണം. അഫോറസ്റ്റേഷനും റിഫോറസ്റ്റേഷനുമാണ് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. Reforestation. Process of replanting trees in a deforested area where tree cover has been lost. അതായത് മുന്നേ ഒരു ഫോറസ്റ്റ് ആയിരുന്നു, മുന്നേ ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ എന്ത് സംഭവിച്ചു? ഡിഫോറസ്റ്റേഷൻ സംഭവിച്ചു. മരങ്ങളെല്ലാം നശിച്ചുപോയി. ആ ലാൻഡില് വീണ്ടും നമ്മൾ മരങ്ങളെ നട്ടുപിടിപ്പിക്കുന്നു. മുന്നേ അവിടെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, ഡിഫോറസ്റ്റഡ് ആയി, വീണ്ടും നമ്മൾ നടുകയാണെങ്കിൽ ദാറ്റ് ഈസ് റീഫോറസ്റ്റേഷൻ. Reforestation is process of replanting trees in a deforested area where tree cover has been lost. And afforestation, which is a practice of planting trees or sowing seed on a land where no forest existed before. Afforestation എന്താ? മുന്നേ ഫോറസ്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയയില് വിത്ത് വിതയ്ക്കുകയോ ചെടിയെ നടുകയോ ചെയ്യണം. ആ ലാൻഡിന്റെ പ്രത്യേകത എന്താ? മുന്നേ അവിടെ ഒരു ഫോറസ്റ്റും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ലാൻഡില് നമ്മൾ ചെടികളെ നടുന്നുണ്ടെങ്കിൽ, വിത്ത് വിതയ്ക്കുന്നുണ്ടെങ്കിൽ, that practice is called afforestation. Clear അല്ലേടാ? Yes, this is very, very important. And one more thing to remind, reforestation can take place naturally also. നിങ്ങൾക്കറിയാം, ഒരു ഏരിയയിലെ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു. അപ്പൊ നാച്ചുറലി തന്നെ എന്ത് ചെയ്യാം? ആ ഏരിയയില് ചെടികൾ മുളച്ചു വരാം, ഫോറസ്റ്റ് ഫോം ചെയ്യാം. ഇറ്റ് വിൽ ടേക്ക് മെനി ഇയേഴ്സ്. ഓക്കെ, if the deforested area is left undisturbed, ഒരു ഡിഫോറസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയെ നമ്മൾ അൺഡിസ്റ്റർബ്ഡ് ആക്കി വെക്കുകയാണ്. അവിടെ ഒരു ആക്ടിവിറ്റി നടക്കുന്നില്ല. നമ്മൾ ആ ഏരിയയെ നമ്മൾ വിട്ടു കഴിഞ്ഞു, നമ്മൾ അതിലൊന്നും ചെയ്യുന്നില്ല. അൺഡിസ്റ്റർബ്ഡ് ആയി വെച്ചാൽ ഇറ്റ് റീഎസ്റ്റാബ്ലിഷസ് ഇറ്റ്സെൽഫ്, അത് പുനർനിർമ്മിക്കപ്പെടും. അവിടെ വീണ്ടും മരങ്ങൾ വരും. ഇൻ നാച്ചുറൽ റീഫോറസ്റ്റേഷൻ there is no role of human beings. There is no role of human beings. Human beings are not a part of it. Human beings അവിടെ ഒന്നും ചെയ്യുന്നില്ല. സർ, റിപ്രൊഡക്ഷൻ ആനിമൽ വരും. ഓക്കെ, റിപ്രൊഡക്ഷൻ ആനിമൽ വരും. ഇത് കഴിഞ്ഞ ഉടനെ റിപ്രൊഡക്ഷൻ ആനിമൽ വരും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. 2 ചാപ്റ്റർ നമ്മൾ പഠിക്കും. ഓക്കെ, റെഡി? യെസ്. ദെൻ ബയോസ്ഫിയർ. എന്താ ബയോസ്ഫിയർ? സി, ബയോളജിയുടെ പ്രത്യേകത എന്താ? വേർഡിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. അത് തന്നെയാണ് ബയോളജിയുടെ പ്രത്യേകത. The only thing that you need to do is concentrate on the question. Biosphere. Bio means life. Sphere means area, or we can say some region. So biosphere means what? It's a region or part of Earth where living organism exist. That's it. Very simple. അത്രേ ഉള്ളൂ. Part or region of Earth where we can find living organism. Clear? Ready? Biological diversity, biodiversity. Next term. What is biodiversity? Again, observe the term.
biodiversity. Bio means again living. Diversity means different varieties. That is diversity. So in social studies, you might have studied that India is of various kind. അല്ലെങ്കിൽ ഇന്ത്യയിലെ കലാരൂപങ്ങളൊക്കെ പഠിച്ചിട്ട് ഡൈവേഴ്സ് ആണെന്ന് പഠിച്ചിട്ടുണ്ടാവും. ലാംഗ്വേജ് ഡൈവേഴ്സ് ആണ്, ഡിഫറെന്റ് ലാംഗ്വേജസ് ഉണ്ട് ഇന്ത്യയിൽ, അല്ലേ? ഫെസ്റ്റിവൽസ് ഡൈവേഴ്സ് ആണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെസ്റ്റിവൽസ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഡ്രസ്സിംഗ് സെൻസ് ഡൈവേഴ്സ് ആണ്, അല്ലെ? കേരള സ്റ്റൈല്, തമിഴ്നാട് സ്റ്റൈൽ ഡ്രസ്സിങ്, അല്ലെ? പഞ്ചാബിൽ വേറെ സ്റ്റൈൽ ആയിരിക്കും, അല്ലെ? സോങ് വ്യത്യസ്തമായ സോങ്സ് ആണ്, അല്ലെ? ഡാൻസ് ഡിഫറെന്റ് ഡാൻസ് ഫോം ആണ്, ആർട്ട് ഫോം ഡിഫറെന്റ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് ഡൈവേഴ്സിറ്റി. സോ ഇവിടെ എന്താണ് ബയോഡൈവേഴ്സിറ്റി? അതായത് നമ്മുടെ ഭൂമിയിലുള്ള ജീവജാലങ്ങളെ, ലിവിങ് ഓർഗാനിസത്തെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണോ? ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. അല്ല, എല്ലാവരും ഒരുപോലെയല്ല. ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആർ ദേർ. വ്യത്യസ്ത തരത്തിലുള്ള ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, മൈക്രോ ഓർഗാനിസം, everything exists on our planet Earth. And you know, in our solar system, Earth is the only planet which support life. And ഈ ഭൂമിയിൽ തന്നെ നമ്മൾ പറഞ്ഞു, ഭൂമിയാണ് ജീവൻ നിലനിർത്തുന്ന അല്ലെങ്കിൽ ജീവൻ സപ്പോർട്ട് ചെയ്യുന്ന പ്ലാനറ്റ് എർത്താണ്. അതിൽ തന്നെ വ്യത്യസ്ത തരം ജീവികൾ ഉണ്ട്. ദാറ്റ് ഈസ് ബയോഡൈവേഴ്സിറ്റി ഓർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. So biodiversity refers to variety of organisms existing on Earth, their interrelationship and their relationship with the environment. Clear? Clear അല്ലേ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? പവർ അല്ലേ? പവർ അല്ലേ? പവർ അല്ലേ? അടിപൊളിയായിട്ട് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ്, dependency of flora and fauna. What is flora? Plants. What is fauna? Animals. And how they are dependent on each other. Definitely each and every organism in this world is depending directly or indirectly. They are depending. എല്ലാ ജീവജാലങ്ങളും പരസ്പരം ഡിപ്പെൻഡന്റ് ആണ്. അത് നേരിട്ടോ അല്ലാതെയോ ആവാം. So here animals, the fauna, take shelter in the flora. Let me tell very simple example. Birds, അവര് ട്രീസിൽ നെസ്റ്റ് ഉണ്ടാവും, കൂടുണ്ടാവും, അല്ലേ? സ്ക്വരിയൽസ്, അണ്ണാൻ, അവര് താമസിക്കുന്നത് മരങ്ങളിലാണ്. അപ്പൊ മരങ്ങൾ എന്ന് പറയുന്നത്, ഫ്ലോറ എന്ന് പറയുന്നത് ആക്ച്വലി ഷെൽട്ടർ ഫോർ ഫോണ, കറക്റ്റ്? ആൻഡ് ഇഫ് വി കട്ട് ഡൗൺ ട്രീസ്, വാട്ട് ഹാപ്പൻ? Animal will lose their home and that is called loss of habitat. നമ്മൾ മരങ്ങളെ മുറിക്കുമ്പോൾ ആ മരത്തെ ആസ്പദമാക്കി ജീവിക്കുന്ന ആ ഫോണകൾ, അതായത് ആനിമൽസിന് വീട് നഷ്ടപ്പെടും. And what is habitat? It's a place or natural home where living animals live. If animal lose their home, അങ്ങനെ മരങ്ങളെ മുറിച്ചാൽ ഈ മൃഗങ്ങൾക്ക് എന്ത് കിട്ടില്ല? താമസിക്കാൻ സ്ഥലമില്ല. അപ്പൊ എന്ത് സംഭവിക്കും? They will move from one place to another. They will be exposed. They are not hidden. ഓക്കെ, ആ മരം നഷ്ടപ്പെട്ടു, അതിന് താമസം നഷ്ടപ്പെട്ടു, അവരെന്ത് ചെയ്യും? ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകും, അല്ലെ? At that time they are exposed and they are vulnerable. They are vulnerable. Enemies will be there, okay, and cannot hide properly. Slowly they will struggle, and if this continues for a very long time, they will become completely extinct. This is very important. മകളെ, അങ്ങനെ അവർക്ക് ഹൈഡ് ചെയ്യാൻ ഇടമില്ല. They are vulnerable, and if this condition is continuing, or if it is a prolonged condition, what will happen? Soon what will happen? They will become extinct. വംശനാശം സംഭവിക്കാം. Extinction is complete wipe out of species from our planet Earth. അതാണ് extinction. Complete wipe out നെയാണ് extinction എന്ന് പറയുന്നത്. Ready, set അല്ലേ? Yes, set അല്ലേ? Very good. Okay, എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യണേ. Okay, and what is poaching? See, another important factor for species getting wiped out.
ഇവിടെ മരങ്ങളെ മുറിക്കുമ്പോൾ എക്സ്റ്റിൻഷനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നതാണ് നേരത്തെ പറഞ്ഞത്. What are other reason for wiping out of species extinction? That is poaching. What is poaching? Poaching is illegal hunting or capturing of wild animals. Sometimes hunting ചില സമയങ്ങളിൽ ചില രാജ്യങ്ങളിൽ ഹണ്ടിങ് ലീഗൽ ആക്കിയിട്ടുണ്ട്. അതായത് ചില മൃഗങ്ങളുടെ പെരുകല് ഓവറായി പെരുകുമ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടി ലീഗലൈസ്ഡ് ആയിട്ടുള്ള ഹണ്ടിങ് ഉണ്ട്. പക്ഷെ ഇന്ത്യയിൽ അത് അലൗഡ് അല്ല. അപ്പോൾ ഇല്ലീഗലായി വേട്ടയാടുന്നതിനെ പോച്ചിങ് എന്ന് നമുക്ക് പറയാം. അത് മാത്രമല്ല, ക്യാപ്ചറിങ് ഓഫ് വൈൽഡ് ആനിമൽസിനെ നമ്മൾ പിടിച്ചു വെച്ചാൽ, വൈൽഡ് ആനിമൽസിനെ നമ്മൾ വളർത്താൻ ശ്രമിച്ചാൽ വകുപ്പ് വേറെയാണ് വരുന്നത്. കില്ലിംഗ് ഓഫ് ആനിമൽസ് നോട്ട് ഗുഡ്. യെസ്, കറക്റ്റ്. റെഡി. തപസ്രഞ്ജൻ പഠിപ്പി ഗ്രീഷ്മ പറയുന്നുണ്ട്. എല്ലാരും പഠിക്കട്ടെ. യെസ്. Animal like tiger, elephant, rhinoceros and many more are hunted for various purposes. Rhinoceros is hunted and killed for its horn, which are used for medicinal purpose, decorative item. It has high demand in Asia. So വളരെയധികം പൈസ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ആളുകൾക്ക് പൈസ മതി അല്ലേ? പൈസയ്ക്ക് വേണ്ടി എന്ത് ചെയ്യും? ഈ മൃഗങ്ങളെയൊക്കെ കൊന്ന് അതിന്റെ കൊമ്പ് കാര്യങ്ങളൊക്കെ എടുക്കും. Tigers are hunted for their skin or hide, which are used for making apparels, rugs and decorative items. അതായത് ഡ്രസ്സ് ഉണ്ടാക്കാനും മറ്റേ പരവതാനിയില് നമ്മള് വിരിക്കുന്ന ഫ്ലോറിൽ വിരിക്കുന്ന അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. Every year 20,000, this is ഒരു കണക്കൊന്ന് നോക്കിയേ, this is shocking, right? Every year 20,000 African elephants are illegally killed for their tusk are used to make jewelry and chopstick. അത് നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോൾ ചോപ്സ്റ്റിക് ആയിട്ട് എടുക്കുന്ന സാധനമാണ്, അതൊക്കെ ഉപയോഗിക്കും. ഇനി നമ്മൾക്ക് കുറച്ച് എക്സ്റ്റിന്റ് ആയിട്ടുള്ള കുറച്ച് ജീവികളെ പരിചയപ്പെടാം. ഡൈനോസോർസ്. They were extinct about 65 million years ago. Complete dinosaur species were wiped out from Earth during that particular period, that particular era. Cuban macaw, which became extinct in late 1860s due to deforestation, hunting, etc. Tasmanian tiger became extinct in 1936. ഇത് കൂടാതെ കുറെ ഏറെ ജീവികൾ എക്സ്റ്റെൻഡ് ആയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ഡോഡോ പക്ഷികൾ. മൗറീഷ്യൻ ദ്വീപിലെ ഡോഡോ പക്ഷികളും എക്സ്റ്റെൻഡ് ആണ്. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെഡ് ഡാറ്റ ബുക്ക്, ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണേ. റെഡ് ഡാറ്റ ബുക്ക് എന്താ ചെയ്യുന്നത്? ഇറ്റ് ഹോൾഡ് റെക്കോർഡ് ഓഫ് സ്റ്റാറ്റസ് ഓഫ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. സ്പെഷ്യലി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ജീവികളുടെ സ്റ്റാറ്റസ് അതിൽ കൃത്യമായിട്ട് കാണിക്കും. Whether they are endangered, threatened, and the book keep a record of every information. And very important thing is who maintained Red Data Book. Red Data Book is maintained by IUCN. വളരെ important ആണ്. IUCN means International Union for Conservation of Nature and Natural Resources. വളരെ important ആണ്. This book is maintained by IUCN. ശ്രദ്ധിക്കണം, IUCN എന്താ? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആണ്. Red Data Book was found in the year 1964. In the year 1964, this book was found, and the main goal is to conserve both plants and animals found on our planet Earth. നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനെയും കൺസർവ് ചെയ്യണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്, എന്ന ഗോളോട് കൂടിയാണ് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു റെക്കോർഡ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത്. ദെൻ എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് വെച്ചാൽ എന്താ? എൻഡേഞ്ചേർഡ് എന്ന് വെച്ചാൽ എന്താ? ഇപ്പോഴാ സ്പീഷീസ് നമ്മുടെ ഭൂമിയിൽ ഉണ്ട്. കറന്റ്ലി ദേ ആർ ദേർ, നമ്മുടെ ഭൂമിയിൽ ഉണ്ട്. But in near future, if we are not conserving these species, if we are not focusing on these species, if we are not nurturing on these species, if we are not breeding these species,
In near future, they may become extinct. So that is endangered. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികൾ. Endangered species are one which are verge of extinction. There are few species of animals and plants depleting alarmingly, and in a few years or so, these species will get completely wiped out if we continue to exploit it. See, human beings really sometimes we are very selfish. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കാര്യം നടക്കണം എന്ന ചിന്തയാണ് മനുഷ്യർക്ക്. എല്ലാവരുടെ കാര്യമല്ല, ഏറെക്കുറെ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ വരുമ്പോഴാണ് മറ്റു ജീവികളുടെ സ്വാതന്ത്ര്യത്തെ നമ്മൾ ബഹുമാനിക്കില്ല. മറ്റു ജീവികൾക്കും എന്തുണ്ട്? ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ നാച്ചുറൽ റിസോഴ്സ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ മറ്റു ജീവികൾക്കും നാച്ചുറൽ റിസോഴ്സ് യൂസ് ചെയ്യണം. പക്ഷെ മനുഷ്യർ എന്ത് ചെയ്യുന്നില്ല? We are not bothered about other organisms' right. So അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? We are exploiting these organisms directly or indirectly. അങ്ങനെ അവര് endangered ആയി മാറുകയാണ്. റെഡി? കറക്റ്റ് ആയിട്ട് നിങ്ങൾ പോയിന്റ്സ് ഒക്കെ പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. As we all know, very few tigers are left on earth. Initiative needed to be taken to save this majestic animal from getting extinct from our planet Earth. അതിന്റെ ഭാഗമായിട്ടാണ് പ്രൊജക്ട് ടൈഗർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. Apart from animals, there are endangered variety of plants also in our planet. That is Raplacia arnoldi എന്ന് പറയുന്ന largest flower. Then Indian mallow. ഇതൊക്കെ എക്സാമ്പിൾ ആണ്. Ready? Project Tiger, another important. Project Tiger നമ്മുടെ ഗവൺമെന്റ് മനസ്സിലാക്കുന്നു. അതായത് കടുവകളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് in order to protect tiger, Project Tiger plan was introduced. So the government understand that there is a need to protect flora and fauna. And for this they came forward with amazing projects and act. ഒരുപാട് പ്രൊജക്റ്റുകളും ആക്ടുകളും ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഇൻക്ലൂഡിംഗ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്. ഫസ്റ്റ് പ്രൊജക്ട് വാസ് പ്രൊജക്ട് ടൈഗർ, വിച്ച് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 1973. In the year 1973, Project Tiger was launched. Various guidelines and rules were formulated which included breeding program for tigers, okay, and also student awareness program. കടുവകളെ എന്ത് ചെയ്യണം? ബ്രീഡ് ചെയ്ത് കടുവ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കണം. അങ്ങനെ എക്സ്റ്റൻഷനിൽ നിന്ന് ഇതിനെ മാറ്റിയെടുക്കണം. അതുപോലെ തന്നെ അവയർനെസ് പ്രോഗ്രാം കൊടുക്കുക കുട്ടികൾക്ക്, കടുവകളുടെ പ്രാധാന്യത്തെ കുറിച്ചും എക്സ്റ്റൻഷനെ കുറിച്ചും എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്താണെന്നതും ഒക്കെ എന്ത് ചെയ്യണം? കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം. Restriction hoardings were also established under the project. Bengal tiger, and then this project spanned out for the conservation of all tigers in India. Bengal tiger ൽ തുടങ്ങി ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒട്ടുമിക്ക എല്ലാ തരത്തിലുള്ള കടുവകളെയും സംരക്ഷിക്കുന്ന രീതിയിലേക്ക് ഇത് മാറി. This project created awareness and included programs in order to save tigers. This led to the successful increase in the population of tiger from the year 2006 to 2018. ഈ ഒരു കാലയളവില് വളരെ അധികം എന്ത് ചെയ്തു? എണ്ണം കൂടിയെടുക്കാൻ പറ്റി. Yes, it's me gamer 2 teams. Then നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന മറ്റൊരു കാര്യമാണ് മൈഗ്രേഷൻ. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേർഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക? ഇയർലി വിസിറ്റ് ചെയ്യാണ്. ലൈക്ക് നമ്മൾ ടൂറ് പോകുന്നത് പോലെ. നമ്മൾ ടൂറ് പോകാറില്ലേ? ഒരു വർഷം കൂടുമ്പോൾ ഒരു പക്ഷെ നമ്മൾ ടൂറ് പോകുമ്പോൾ നമ്മൾ പോകാറുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ടൂറ് പോകും. അതുപോലെ ബേർഡ്സ് ടൂർ പോകുന്നത് പോലെ തന്നെയാണ് ഈ മൈഗ്രേഷൻ. പക്ഷെ അവിടെ
നമ്മൾ ടൂർ പോകുന്നത് എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് അല്ലേ? നമ്മൾ വർക്ക് സ്ട്രെസ് കൂടുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ എക്സാം പ്രഷറൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ ടൂറൊക്കെ പോകും അല്ലേ? ഫ്രണ്ട്സുമായി നമ്മൾ ടൂറൊക്കെ പോകില്ലേ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെല്ലാം ഉണ്ടാവില്ലേ? ടൂർ പോകേണ്ട സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ? ടൂറൊക്കെ പോവാറില്ലേടാ? ടൂറൊക്കെ പോകുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ടൂറൊക്കെ പോയിട്ടുണ്ട്, അടുത്ത ടൂറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഏത് പ്ലേസ് ആണെന്ന് കൂടി കമന്റ് ചെയ്യാം. എനിവൺ ഫ്രം യോധ ബാച്ചിലെ മക്കളൊക്കെ ഉണ്ടാവും ഇല്ലേ? ഉണ്ടാവും. അപ്പോൾ ടൂർ പോകുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമല്ലേ? ഇഷ്ടമാണ്, സാറിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സാർ ഇപ്പോൾ January 1 സാറ് ടൂർ പോവാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? മൈഗ്രേഷൻ ഓഫ് ബേർഡ് ഇസ് കൈൻഡ് ലൈക്ക് എ വിന്റർ ഓർ സമ്മർ ഹോളിഡേ ഫോർ ദം, സം പ്ലേസ് ദാറ്റ് ദേ വിസിറ്റ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഈച്ച് ഇയർ വിതൗട്ട് ഫെയിൽ. അപ്പൊ ഇവിടെ ബേർഡ്സ് എന്തിനായിരിക്കും ഒരു സ്ഥലത്ത് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്? ഇവർ ഓൾറെഡി ഉള്ള പ്ലേസ് അൺഫേവറബിൾ ആയി മാറുന്നു. അതായത് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട്, എഗ് ലേയിങ്ങിന് വേണ്ടിയിട്ട്, എഗ് ഹാച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെ അൺഫേവറബിൾ കണ്ടീഷൻ ആവുന്ന സമയത്ത് ആ ഒരു പ്ലേസിൽ നിന്ന് അവര് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് സഞ്ചരിച്ച് മറ്റൊരു പുതിയ ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ആ ഒരു പ്ലേസ് നമ്മുടെ ഈ ബേർഡ്സ് പോകുന്ന പ്ലേസ് ആണെങ്കിലോ ഈ ബേർഡിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ഉണ്ടാവും. മുട്ടയിടാനും, ആദ്യം ബ്രീഡ് ചെയ്യണം, പിന്നെ മുട്ടയിടണം, മുട്ട തൊലിഞ്ഞു വരണം അല്ലെ? മുട്ട എന്ത് ചെയ്യണം? വിരിഞ്ഞു വരണം. അപ്പൊ അതിനൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉള്ള ഭാഗത്തേക്ക് ഈ ബേർഡ്സ് എന്ത് ചെയ്യും? പോകുന്നു. Migratory birds fly to distant places to find the most favorable climatic condition and habitat for feeding, breeding, raising their young one. So അതുകൊണ്ടാണ് ഈ ബേർഡ്സ് എന്ത് ചെയ്യുന്നത്? സഞ്ചരിക്കുന്നത്. ബേർഡ്സ് മാത്രമല്ല, മലമ്പുഴ പോകുന്നവരുണ്ട്, മൈസൂര് പോയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പോയ സ്ഥലങ്ങൾ കമന്റ് ചെയ്യുന്നത് നല്ല കാര്യം. ഓക്കെ, ഇടയ്ക്കൊക്കെ എപ്പോഴും പഠിച്ചാൽ മതിയല്ലോ, പോരല്ലോ, ഇടയ്ക്കൊക്കെ ടൂറൊക്കെ പോകണം. യെസ്, അതതിൻ്റെ ഒരു ഇത്. ബാംഗ്ലൂർ എന്നൊക്കെ പറയുന്നുണ്ട് അനീഷാട്ടി. ഓക്കെ, അതുപോലെ ഇവിടെ ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടൂർ അല്ലെങ്കിൽ ഒരു വെക്കേഷൻ പോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു അടുത്ത സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അതെന്തിനാണ്? അവരുടെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനാണ്. ഫീഡിങ്, ബ്രീഡിങ്, എഗ് ലേയിങ്, നർച്ചറിങ് ദെയർ യങ് വൺസ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇനി കൺസർവേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആനിമൽസിനെയും പ്ലാന്റ്സിനെയും കൺസർവ് ചെയ്യാൻ വേണ്ടി റിസർവ് ഏരിയാസ് ഉണ്ട്. അതാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അടുത്ത പ്രധാനപ്പെട്ട ഭാഗം. അതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞ് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അതിന് നമുക്ക് ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സെറ്റ് ആക്കണം. യെസ് സെറ്റ് ആക്കണം. യെസ്, ഒരുപാട് മക്കൾ ഇവിടെ വരുന്നുണ്ട്. അമയ, അനീഷ, അനഘ. യെസ്. ഓക്കെ. എൻഡമിക് സ്പീഷീസ്. മക്കളെ, എന്താണ് എൻഡമിക് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വളരെ സിമ്പിൾ ആണ്. എൻഡമിക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എനിക്ക് മാത്രം. ഓക്കെ, അങ്ങനെ നമ്മൾ പറയില്ല. എനിക്ക് മാത്രം, ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എൻഡമിക്, എനിക്ക് മാത്രം. അതുപോലെ ഒരു പർട്ടിക്കുലർ ഏരിയക്ക്, ഒരു പർട്ടിക്കുലർ ഏരിയ ഇവിടെ വെക്കാം, ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഏരിയയിൽ മാത്രം കാണുന്ന ചില ജീവികൾ ഉണ്ടാവും. മനസ്സിലായോ? ആ ഏരിയക്ക് മാത്രമായിട്ട് കാണുന്ന ചില ജീവികൾ. അങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത്. എൻഡമിക് സ്പീഷീസ് ക്ലിയർ അല്ലേ? അവ എന്താണ് എൻഡമിക് സ്പീഷീസ്? പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പീഷീസ് ഫൗണ്ട് എക്സ്ക്ലൂസീവ്ലി ഇൻ പർട്ടിക്കുലർ ഏരിയ. അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായി കാണുന്ന ജീവജാലങ്ങൾ. റെഡി? യെസ്, റെഡി. നമുക്ക് നോക്കാം. മെത്തേഡ്സ് ഓഫ് കൺസർവേഷൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇൻസിറ്റു ആൻഡ് എക്സിറ്റു. ഇൻസിറ്റു, എക്സിറ്റു. ഇൻസിറ്റു എന്ന് പറഞ്ഞാല് ഒരു മേഖല, ഒരു ഏരിയ നമ്മൾ കണ്ടു. ആ ഏരിയയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ആ ഏരിയയിൽ തന്നെ ജീവജാലങ്ങളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു. ആ ആനിമൽസിനെ നമ്മൾ എവിടത്തേക്ക് കൊണ്ടുപോകില്ല. ആ ആനിമൽസിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അവിടെ വേലി കെട്ടി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് ഇൻസിറ്റു എന്ന് പറയുന്നത്. റെഡി? ഓക്കെ അനീഷ. യെസ്, ഒരുപാട് പേരുണ്ട്. അനഘ, തപസ് രഞ്ജൻ, എൻഡമിക് സ്പീഷീസ്. മെന്റിവാർ ഒക്കെ ഉണ്ടാവും, പേടിക്കണ്ട. ക്ലിയർ അല്ലേ?
സെറ്റ് ആക്കണേ. ഇൻ സിറ്റു മീൻസ് ഇൻ സിറ്റു, അതായത് ഒരു ഏരിയ ആയിട്ട് അവിടുത്തെ ആനിമൽസിനെ അവിടെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ എക്സിറ്റു എന്തായിരിക്കും? ഒരു ഏരിയയിലുള്ള ആനിമൽസിനെ നമ്മൾ പുറത്ത് കൊണ്ടുപോകും, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് എടുത്തു മാറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യുന്നതിനെയാണ് എക്സിറ്റു എന്ന് പറയും. ക്ലിയർ? ഇനി ഇൻസിറ്റു നമ്മൾ പറഞ്ഞു, അതിന്റെ എക്സാമ്പിൾ ആണ് ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറി, ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ. എക്സിറ്റു എന്ന് പറയുമ്പോൾ സീഡ് ബാങ്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, സുവോളജിക്കൽ പാർക്ക്, അതായത് ഒരു സ്ഥലത്ത് നിന്ന് ആനിമൽസിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ ഗാമീറ്റുകളെ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് എക്സിറ്റു എന്ന് പറയുന്നത്. റെഡി സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത് പഞ്ച്മാരി ബയോസ്ഫിയർ റിസർവ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ റിസർവിൽ കാണുന്ന നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് സാങ്ച്വറിയും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇത് സ്ഥിതി ചെയ്യുന്നത് MP-യിലാണ്, മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഞ്ച്മാരി ബയോസ്ഫിയർ റിസർവ് is situated in മധ്യപ്രദേശ്. This is very important, വളരെ പ്രധാനപ്പെട്ടതാണ്. പഞ്ച്മാരി ബയോസ്ഫിയർ റിസർവ് കൺസിസ്റ്റ് ഓഫ് one നാഷണൽ പാർക്ക്. ഇവിടെ ഒരു നാഷണൽ പാർക്ക് ഉണ്ട്, അതിന്റെ പേര് സത്പുര എന്നാണ്. പിന്നെന്താ കാണുന്നത്? 2 വൈൽഡ് ലൈഫ് സാങ്ച്വറി കാണും, അതൊന്ന് ബോറിയും മറ്റൊന്ന് പഞ്ച്മാരിയുമാണ്. സോ പഞ്ച്മാരി ബയോസ്ഫിയർ റിസർവ്, ആക്ച്വലി ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത് തന്നെ ലാർജ് ഏരിയ. ഈ ലാർജ് ഏരിയയിൽ നമുക്കൊരു നാഷണൽ പാർക്കും 2 വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ഉണ്ട്. നാഷണൽ പാർക്കിന്റെ പേര് സത്പുര എന്നാണ്. സത്പുര നാഷണൽ പാർക്ക്. വൈൽഡ് ലൈഫ് സാങ്ച്വറി 2 ഉണ്ട്, ബോറിയും പഞ്ച്മാരി. സെറ്റ്. യെസ്. ബയോസ്ഫിയർ റിസർവ് ഞാൻ പറഞ്ഞ പോയിന്റ് ആണ്, ഒന്നുകൂടി ആവർത്തിക്കുന്നു. ബയോസ്ഫിയർ റിസർവ് ആർ ലാർജ് ഏരിയ, അതാണ് നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത്. ലാർജ് ഏരിയ ടു പ്രൊട്ടക്ട് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പഞ്ച്മാരി ബയോസ്ഫിയർ റിസർവ് is located in MP, മധ്യപ്രദേശ്, located in സത്പുര മൗണ്ടൻ. പഞ്ച്മാരി ബയോസ്ഫിയർ റിസർവ് സത്പുര മൗണ്ടനിലായതുകൊണ്ട് സത്പുര കി റാണി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. സത്പുര കി റാണി, സത്പുര മൗണ്ടനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ സത്പുര കി റാണി എന്ന് നമ്മൾ പറയാറുണ്ട്. റെഡി? Biosphere reserve has amazing variety of plants like sal tree, wild mango tree, teak tree, arjun tree are only found in this area, means endemic. Teak tree is dominant in this area. അപ്പോൾ ഈ ട്രീസ് കൂടാതെ വേറെ കുറെ ആനിമൽസും ഉണ്ട്. ടൈഗർ, ഫ്ലൈയിങ് സ്ക്വയർ, ലെപ്പേർഡ്, സാമ്പാർ ഡിയർ, along with we can see എന്തൊക്കെ കാണാം? ബൈസൺ കാണാം, ബാരസിംഗ, വെരി ഇമ്പോർട്ടന്റ്. ബാരസിംഗ കാണുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. അപ്പോ all these animals are also well protected in this amazing biosphere reserve. That is Panchmari Biosphere Reserve, situated in MP, മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. Yes. See, അവിടെ നമ്മൾ എൻഡമിക് സ്പീഷീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. എൻഡമിക് സ്പീഷീസ്, അതായത് പഞ്ച്മാരി ബയോസ്ഫിയർ റിസർവിൽ കാണുന്ന ചില പർട്ടിക്കുലർ ആയിട്ടുള്ള ട്രീസിന്റെ, അർജുൻ ട്രീ ഒക്കെ അവിടെ മാത്രമേ കാണുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ട്രീസിനെ നമ്മൾ എന്താ പറയാ? എൻഡമിക് എന്ന് പറയും. എൻഡമിക്. ഓക്കെ, ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇപ്പൊ അവസാനിപ്പിക്കുവേ. നമുക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ഇനി അതുപോലെ തന്നെ നമുക്ക് സൂവും കാര്യങ്ങളും നാഷണൽ പാർക്കും പറയണം, ഡിഫറൻസ് പറയണം. അതാണ് നമുക്ക് പറയാനുള്ളത്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് ആർ കൺസ്ട്രക്റ്റഡ് ഓർ മെയ്ഡ് സോ ദാറ്റ് വൈൽഡ് ലൈഫ് ക്യാൻ ഹാവ് പ്രൊട്ടക്ഷൻ. വൈൽഡ് ആനിമൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി കൊണ്ടുവച്ചിട്ടുള്ളത്. ടു കൺസർവ് ദി ആനിമൽ, ദീസ് സാങ്ച്വറീസ് ആർ മെയ്ഡ് ബൈ ഗവൺമെന്റ്, or as these sanctuaries are created to protect the wildlife, there are certain activities which are prohibited. Kore activities prohibited aanu. Activity endokya prohibited? Activities like hunting of animal, killing animal, poaching are not allowed, not at all allowed. Rules are strongly maintained to protect these wild animals. Rules undu പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട് കേട്ടോ. തിങ്സ് വിച്ച് ആർ അലൗഡ്, എന്തൊക്കെ അലൗഡ് ആണ് ശ്രദ്ധിക്കണം. നോട്ട് അലൗഡും അലൗഡും പഠിക്കുക. എന്തൊക്കെയാണ് ഇവിടെ അലൗഡ് ആയിട്ടുള്ളത്, അതായത് നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ അലൗഡ് ആയിട്ടുള്ളത് എന്താ? നോക്കിക്കോ. കളക്ഷൻ ഓഫ് സ്പൈസ്, കളക്ഷൻ ഓഫ് ഹെർബ്, മെഡിസിനൽ പ്ലാന്റ്, ഇതൊക്കെ അവിടെയുള്ള ലോക്കൽ ട്രൈബൽ ആയിട്ടുള്ള ആളുകൾക്ക് കളക്ട് ചെയ്യാം.
സ്പൈസ് കളക്ഷൻ, ടിമ്പർ കളക്ഷൻ, മെഡിസിനൽ പ്ലാന്റ്സിന്റെ കളക്ഷൻ, ഇതൊക്കെ അലൗഡ് ആണ്. എന്താ അലൗഡ് അല്ല? ഹണ്ടിങ്, പോച്ചിങ്, ഇതൊന്നും അലൗഡ് അല്ല. Apart from this, collection of wood is also allowed for cooking purpose and making fence. വേലി കെട്ടുന്ന ആവശ്യത്തിനും ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി വിറക് കത്തിക്കണം അല്ലെ, വിറക് ശേഖരിക്കാൻ ഇവർക്ക് അനുവാദമുണ്ട്. ദാറ്റ് ഈസ് നമ്മുടെ വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇനി ബയോസ്ഫിയർ റിസർവും വൈൽഡ് ലൈഫ് സാങ്ച്വറിയും തമ്മിൽ ഒരു കമ്പാരിസൺ ചോദിച്ച് കണ്ടിട്ടുണ്ട് പരീക്ഷയിൽ. അതൊന്ന് പഠിക്കാം. ബയോസ്ഫിയർ റിസർവ് എന്ന് കണ്ടാൽ ലാർജ് ഏരിയ എന്ന് ഊഹിക്കാം. ലാർജ് ഏരിയ കൺസർവിംഗ് റിച്ച് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അവിടെ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് സാരം. ഗ്രേസിംഗ്, കളക്ഷൻ ഓഫ് ഫയർവുഡ്, മെഡിസിനൽ പ്ലാന്റ്സ്, ഇതൊക്കെ അലൗഡ് ആണ്. ആക്ടിവിറ്റീസ് ലൈക്ക് പോച്ചിങ്, ഇതൊന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെയാണ് അല്ലെ. പ്രൊട്ടക്ഷൻ ഓഫ് വൈൽഡ് ആനിമൽ, ഇവിടെ വൈൽഡ് ആനിമൽസ്, ഇവിടെ റിച്ച് ബയോഡൈവേഴ്സിറ്റി പ്ലാന്റ്സും ആനിമൽസും വരും. ഇവിടെ ആനിമൽസ് മാത്രമാണ് in their natural habitat. Activities such as grazing, collection of firewood, ഇതൊക്കെ അലൗഡ് ആണ്. Activities such as poaching, capturing of hunting, ഇതൊക്കെ എന്തല്ല, അലൗഡ് അല്ല. ആരെങ്കിലും പറഞ്ഞു തരുമെന്ന്? എന്താടാ ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ശക്തിമാൻ ഇമോജി ഇട്ടേ. ശക്തിമാൻ ഇട്ടേ. നിങ്ങൾ ശക്തിയുള്ളവരല്ലേ? ശക്തിമാൻ ഇട്ടേ. ശക്തിമാൻ ഇമോജി. സാറിന്റെ ഇമോജി ശക്തിമാൻ ഇമോജിയാണ് കേട്ടാ. സാറിന്റെ ഇമോജി ശക്തിമാൻ. അപ്പൊ സാറിനെ കാണുമ്പോ ആ ശക്തിമാൻ ഇമോജി കാണിച്ച പവർ ആണ് കേട്ടാ. സാറിന്റെ ഒഫീഷ്യൽ ഇമോജി ഈസ് ശക്തിമാൻ. ഐ ഹെൽപ് യു അമ്മ്യു. എന്തൊക്കെയാടാ പറയുന്നേ? ഓക്കെ, നാഷണൽ പാർക്ക് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നാഷണൽ പാർക്ക്. ഓക്കെ, നാഷണൽ പാർക്കിന്റെ പ്രത്യേകത നല്ല ഒരു സ്ട്രിക്റ്റ് ബൗണ്ടറി ഉണ്ട്. National park has a defined boundary through which no person can actually get into the park without approval. Without prior approval, nobody can enter national park. Only approved people can visit the park either by paying visitor ticket or an approval letter from the government. ഒന്നുകിൽ എന്ത് ചെയ്യണം? ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ അപ്രൂവൽ കിട്ടണം ഗവൺമെന്റിന്റെ കയ്യിൽ. എനിക്ക് റിസർച്ച് ചെയ്യണം, അതുവേണ്ടി എനിക്ക് കയറണം എന്നൊക്കെ പറഞ്ഞെങ്കിൽ അപ്രൂവൽ എടുക്കണം. വിസിറ്റേഴ്സ് മൂവ് അറൌണ്ട് ദ പാർക്ക് ഇൻ വെഹിക്കിൾസ്. The visitors can only visit sighting places inside. The animals are allowed to move around freely. ഇതിനകത്ത് ആനിമൽസ് ഫ്രീ ആയിട്ട് വാണ്ടർ ചെയ്ത് നടക്കുന്നുണ്ടാവും. The animals are not restrained like in the zoo. Zoo എന്ന് പറയുന്നത് എക്സിറ്റീവ് കൺസർവേഷൻ ആണ്. അവിടെ എന്താ, സൂവിൽ നമ്മൾ മൃഗങ്ങൾ അടച്ചു പൂട്ടിയിരിക്കുക. അതൊക്കെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, കൺസ്ട്രെയിൻഡ് ആണ്. അവർക്ക് ഒരു ലിമിറ്റഡ് സ്പേസിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അല്ല നാഷണൽ പാർക്ക്. നാഷണൽ പാർക്കിൽ they are wandering. Photographs are allowed. All research work can be done only on prior permission. If you want to do any research work, you should take prior permission. അത്രേ ഉള്ളൂ. ശക്തിമാൻ ഇമോജി ഇട്ടിട്ടുണ്ട്. യെസ് ശരി. റെഡി. ഓക്കെ. No firewood, no timber can be collected. Nothing can be collected from national park. Okay, these things you can do in wildlife sanctuary, but not in national park. In national park, these activities are not being encouraged, not being allowed. National parks are constructed so that they can conserve habitat of wild fauna and flora with minimum human interference. That's the main thing. Okay, നമ്മൾ പ്രൊട്ടക്ഷൻ ആണ് എയിം ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ ഇന്റർഫറൻസ് വരാതെ നോക്കുക. Yes, ready. Then zoo is created like an artificial habitat for animals and birds. It is created by human with an intention to keep birds and animals to be watched by visitors as a part of tourism. മൃഗങ്ങളെ അടച്ചു കൂട്ടിയിരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം? പൈസ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ ഈ ജീവികളെ ഇങ്ങനെ കാണുകയാണ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട്. ദിസ് ഈസ് സൂ. റെഡി? അപ്പൊ ഇത്രയുമാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിൽ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കണേ, നെക്സ്റ്റ് we are going to discuss the next chapter which is reproduction in animals. Reproduction in animals എന്ന ചാപ്റ്റർ നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനാണ് ഇനി നമ്മൾ പോകുന്നത്. സോ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് we are going to discuss reproduction in animals. Reproduction in animals ആണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. Are you ready? If you are ready, please put ശക്തിമാൻ ഇമോജി ഇട്ടുകൊണ്ട് റെഡി ആണെങ്കിൽ ശക്തിമാൻ ഇമോജി ഇട്ടുകൊണ്ട് സെറ്റ് ആക്കുക. ചാറ്റ് ബോക്സ് കത്തട്ടെ. ശക്തിമാൻ ഇമോജി നിറയട്ടെ. Yes, we will be having 45 minutes more. Okay, the 45 minutes കൂടി നമ്മൾ എടുക്കും.
ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല ഈ ഒരു സെഷൻ. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, ഉഷാറായിരിക്കുക. ഒരു വെള്ളമൊക്കെ കുടിച്ചോ, ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. എല്ലാവരും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാം. ഓക്കെ, സാറോ കുടിക്കട്ടെ. റെഡി? അപ്പൊ നമുക്ക് തുടങ്ങാം. എന്തിനു തുടങ്ങാം കേട്ടോ. യെസ്, യെസ്, ശക്തിമാനായിട്ടെല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. യെസ് യെസ് യെസ്. Reproduction in animals. Yes, we can start. Ready? First of all, എന്താണ് reproduction? Reproduction, producing what? Young ones, കുഞ്ഞുങ്ങളെ, offspringsനെ പ്രൊഡ്യൂസ് ചെയ്യും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. പ്രൊഡ്യൂസിങ് യങ് വൺസ് ഓഫ് ദെയർ ഓൺ കൈൻഡ് റിസംബ്ലിംഗ് ദ പാരന്റ്. അതായത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു. Reproduction is process of producing offspring that are biologically or genetically similar to the parent organism. Cat produces cat. Dog produces dog. Cat will not produce dog. ഞാൻ പറഞ്ഞ പോയിന്റ് ശ്രദ്ധിച്ചേ. Cat produce cat. Dog produce dog. Cat will not produce dog. പൂച്ച പ്രസവിച്ചാൽ കിറ്റൻ, പൂച്ചക്കുട്ടി. നായ പ്രസവിച്ചാൽ നായക്കുട്ടി, പപ്പി. പൂച്ച പ്രസവിച്ചാൽ നായക്കുട്ടി കിട്ടുമോ? ഇല്ല. അതായത് ബയോളജിക്കലി ആൻഡ് ജനറ്റിക്കലി സിമിലർ ആയിട്ടുള്ള ഓഫ്സ്പ്രിങ്സിനെ, സന്താനങ്ങളെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ, പ്രക്രിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്ഷൻ. Okay, is it clear? Ready, set, ready. അതാണ് റീപ്രൊഡക്ഷൻ. ഇനി തെറ്റിക്കരുത്. I told similar, not identical. Offsprings will not be identical to the parent. അതായത് നാളെ എനിക്കൊരു കുട്ടി ഉണ്ടാന്ന് വിചാരിക്കാം. അതൊരു മനുഷ്യക്കുട്ടിയായിരിക്കും. ബിക്കോസ് ഞാൻ മനുഷ്യനാണ്. എന്റെ ക്രോമോസോം നമ്പർ 46 ആണ്. അപ്പൊ എനിക്കുണ്ടാവുന്ന കുട്ടിയും മനുഷ്യക്കുട്ടിയായിരിക്കും. 46 നമ്പർ ഓഫ് ക്രോമോസോം ആയിരിക്കും. സിമിലർ ആയിരിക്കും. പക്ഷെ ഐഡന്റിക്കൽ ആയിരിക്കോ? എന്നെ പോലെ തന്നെ ഉണ്ടാവോ? ആ കുട്ടി വളർന്ന് എന്റെ അതേ പ്രായമാവുമ്പോൾ ഞാനും ആ കുട്ടിയും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെ ഉണ്ടാവുമോ? ഇല്ല. ദാറ്റ് മീൻസ് not identical. Similar but not identical. Clear? Similar but not identical. Then importance of reproduction. Why reproduction? What is the need of reproduction? If there is no reproduction, we can live. See, as a human being, tomorrow I will be undergoing the process of reproduction. Reproduction എന്ന പ്രോസസ്സിൽ ഞാൻ പങ്കാളിയാവും. But ആ റീപ്രൊഡക്ഷൻ എന്ന പ്രോസസ്സ് എനിക്ക് നടക്കുന്നില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ജീവിക്കാൻ പറ്റും. റീപ്രൊഡക്ഷൻ ഈസ് ജസ്റ്റ് മെന്റ് ടു പ്രൊഡ്യൂസ് എൻ ഓഫ്സ്പ്രിംഗ്. ഇറ്റ്സ് നോട്ട് എ ലൈഫ് പ്രോസസ്. ഇറ്റ് ഈസ് നോട്ട് എ ലൈഫ് മെയിൻറ്റെയിനിങ് പ്രോസസ്. ഒരിക്കലും റീപ്രൊഡക്ഷൻ ഒരു ലൈഫ് മെയിൻറ്റെയിനിങ് പ്രോസസ് അല്ല. ഉദാഹരണം പറയാം, സർക്കുലേഷൻ, ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് എല്ലാ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. ഇറ്റ് ഈസ് എ ലൈഫ് പ്രോസസ്. ഇഫ് ദിസ് പ്രോസസ് ഇസ് നോട്ട് ഹാപ്പനിങ് മീൻസ് this moment I will die. If heart stop beating this moment or the next moment I will die. But if my reproductive system have got some problem, I may not die. I will not die. I will not die. But I can't produce my offspring. അതായത് എനിക്കൊരു കുട്ടിയെ ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷെ ഞാൻ ചത്തുപോവില്ല. സോ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ലൈഫ് പ്രോസസ്. But what is the importance of reproduction? If there is no reproduction, we will not produce our next generation. So that is the importance. That is the importance. No next generation. Very good. It's me, gamer. So, ensuring continuity of species on Earth. This is very important. And also, protect species from extinction.
So tomorrow onwards, no human beings can produce young one. If this is the condition, what will happen? After few years, when human beings, all species is wiped out, right? All species is wiped out now. Extinction like night. So this is the importance of reproduction to continue the species on Earth, to maintain the continuity. Clear? Sir, meaning of IUCN. IUCN is International Union for Conservation of Nature and Natural Resources. Ready? Reproduction broadly classified into two categories, sexual and asexual. Two type reproduction ഉണ്ട്, sexual and asexual. വളരെ simple ആണ്. Sexual means two parents are involved. Okay, they will be mating together, they will be involved in sexuality. Because sexual reproduction, two parents will be there, female and male parent will be there. And also remember, these parents will produce sex cell or gamete. Ready? These parents will produce sex cell or gamete. Gamete. See here, sexual reproduction. See, I am talking about sexual reproduction. Two parents are involved. They are producing gamete. Gamete means male producing the sperm and female producing the ovum or egg. Female producing the ovum, male producing the sperm, and these are gametes or sex cell. Clear? And e gamete fuse. Sexual reproduction le gamete undayal matram pora. These gametes need to fuse, and this process of fusion of gamete is called fertilization. And sexual reproduction endundavana, fertilization undavanam. And after fertilization, adu rock IUCN ഞാൻ പറഞ്ഞു, International Union for Conservation of Natural and Natural Resources, Nature and Natural Resources. Okay, see, fertilization is zygote form cheyanam, and zygote aanu pinnide divide ചെയ്ത് embryo ആയി മാറി അവസാനം fetus ആയി കുഞ്ഞായി മാറുന്നത് zygote. In asexual reproduction case, asexual ആണ്. Asexual എന്ന് പറയുമ്പോൾ അവിടെ sexuality വരുന്നില്ല. Actually ഒരു parent മതി അവിടെ. One parent is involved, no gametes are produced. If there is no gamete, means no fertilization, no zygote formation. So this is what is called asexual reproduction. And another interesting thing is that in case of sexual reproduction, more variations are observed. Sexual reproduction variation കൂടുതലായിരിക്കും. മക്കളെ ശ്രദ്ധിച്ചോ, more variation for sexual reproduction, and for asexual reproduction less variation. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. അതിനു മുന്നേ എന്താണ് വേരിയേഷൻ? Variation is differences shown by the offspring when compared to the parents. See, think of your parents, right? Think of your parents. നിങ്ങളുടെ പാരന്റ്സിന്റെ എക്സാക്ട് ഫോട്ടോകോപ്പി ആണോ? No, never. You are not the photocopies of your parents. See, there are so many changes in your body, or there are so many differences in your body when you compare with your parents. These differences are referred to as variations. These differences shown by you when you are comparing yourself with your parents, you can see so many differences, and these differences are referred to as variation. That is variation. Ready? Yes, this is variation. Sexual reproduction variation koodum because we have two parents, father and mother. So we get some character from our father, we get some character from our mother, and also we will get some character from our grandparents also. Angana varumbol mixing up of characters undu namukku. So we will show variation. And asexual reproduction, from one parent offspring is produced. It might be their body part itself. അതായത് ഒരു പാരന്റിൽ നിന്നാണ് ഉണ്ടാവുന്നത്. സോ അവിടെ വേരിയേഷൻ ഉണ്ട്, ബട്ട് ലീസ്റ്റ് ആയിരിക്കും.
ലെസ് ആയിരിക്കും, വളരെ ചെറിയ വേരിയേഷൻ എസെക്ഷനിൽ ഉണ്ടാവുള്ളൂ. റെഡി? ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടന്റ്. ക്ലിയർ? ക്ലിയർ. അങ്ങനെയാണെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ രണ്ടെണ്ണം പഠിക്കണം. അമീബയിൽ മക്കളെ ശ്രദ്ധിച്ച്, അമീബ, ദിസ് ഈസ് അമീബ. അമീബ എന്ന് പറയുന്നത് ഈസ് എ യൂകാരിയോട്ട്, യൂണിസെല്ലുലാർ യൂകാരിയോട്ട് ഓർഗാനിസം. റെഡി? അമീബയുടെ നോക്കിയേ, അമീബ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡിന് ബൈനറി ഫിഷൻ എന്നാ പറയാം. ബൈനറി ഫിഷൻ മീൻസ് വാട്ട്? ഫിഷൻ മീൻസ് വാട്ട്? ഫിഷൻ മീൻസ് വാട്ട്? നത്തിങ് ടു ഷോ ഹിയർ. എന്നാലും പറയാണ്, ഫിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫിഷൻ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു പോകുന്നതിനെയാണ് ഫിഷൻ എന്ന് പറയാം. ഒരു സാധനമുണ്ട്, അത് കഷ്ണം കഷ്ണം കഷ്ണമായി പോകുന്നതിനെ ഫിഷൻ എന്ന് പറയും. ഈ കഷ്ണങ്ങൾ ഒരുമിച്ച് കൂടുന്നതിന് ഫ്യൂഷൻ എന്ന് പറയും. ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുന്നതിന് ഫ്യൂഷൻ. ഒരു സാധനം സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നതിന് ഫിഷൻ എന്ന് പറയും. ഒരു സാധനം സ്പ്ലിറ്റായി രണ്ടെണ്ണമായാൽ അത് ബൈനറി ഫിഷൻ. ബൈനറി 2. So binary fission means one cell divided to form two daughter cell, like you see in amoeba, like you see in bacteria. Makale ശ്രദ്ധിച്ചിരിക്കണം. See, here you can see an amoeba. This is a parent amoeba. And you can see this is the nucleus, and this nucleus is elongating, and nucleus is separated into two. കാണുന്നുണ്ടോ? രണ്ട് ന്യൂക്ലിയസ് ആയി. ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് രണ്ട് ന്യൂക്ലിയസ് ആയി. And cytoplasm is dividing, resulting in the formation of two daughter amoeba cells. So from one parent amoeba, two daughter amoebas are produced. This is binary fission, splitting into two. Splitting into two. Clear? Set. Then asexual reproduction in Hydra. So we told about amoeba. Next we need to understand asexual mode of reproduction in Hydra. Hydra is aquatic organism, Hydra, and this is parent Hydra. And the mode of reproduction in Hydra is budding. എന്താണ് budding? See this image. ഈ ഒരു ചിത്രം ഒന്ന് ശ്രദ്ധിക്കാം. I hope you can see. കാണാൻ പറ്റുന്നുണ്ടല്ലോ? See, this is parent Hydra, and if you see the lateral side, lateral means sideways. Side നോക്കുന്ന സമയത്ത് you can see a lateral outgrowth. This outgrowth start growing, developing, and it will become matured. It get detached from the parent body. Parent ബോഡിയിൽ നിന്ന് അത് ഡിറ്റാച്ച് ചെയ്തു. Clear? And this detached part is growing as a new Hydra. So this is budding. Similar type of reproduction also happens in yeast. And yeast is unicellular fungi. Unicellular fungi. So ഹൈഡ്രയിലെ അസെക്ഷൽ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ ബഡിങ് ആണ്. ഇതേ ബഡിങ് തന്നെയാണ് ഈസ്റ്റിലും നടക്കുന്നത്. ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താ? യൂണിസെല്ലുലാർ ഫഞ്ചൈ ആണ് കുട്ടികളെ. യൂണിസെല്ലുലാർ ഫഞ്ചൈ ആണ് ഈസ്റ്റ്. റെഡി? സെറ്റ്? യെസ്. വെരി ഗുഡ്, വെരി ഗുഡ്, ബ്രില്യന്റ്. നെക്സ്റ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് സ്റ്റോറി ഓഫ് ഡോളി, which is a clone. See, എൻ്റെ ഒരു ക്ലോണിനെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ അതേപോലെ ഉണ്ടാവില്ലേ? അപ്പൊ അതുപോലെ ഒരു ഓർഗാനിസത്തിന്റെ കോപ്പി ഉണ്ടാക്കാനായി ശ്രമങ്ങൾ പണ്ട് മുതലേ തുടങ്ങിയിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഡോളി എന്ന ചെമ്മരിയാടിനെ ഉണ്ടാക്കിയെടുത്തത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എടുത്തത്, കാണാൻ പറ്റുന്നുണ്ടല്ലോ കൃത്യമായിട്ട്? റെഡി? കാണാം. സെറ്റ്. ഓക്കെ, സെറ്റ് ആക്കണം. എല്ലാം ശ്രദ്ധിച്ചിരിക്കണേ. സോ ഇവിടെ നമുക്ക് രണ്ട് പാരന്റിനെ നമ്മൾ എടുത്തു. ഓക്കെ, ഒന്നാമത്തെ പാരന്റിൽ നിന്ന് അതിന്റെ അഡർ എന്ന് വെച്ചാൽ അകിടിൽ നിന്ന് സെല്ലെടുത്തു. ഓക്കെ, സെല്ലെടുത്തു. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസ് ആണ്.
സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസിന്റെ എക്സെൽ കണക്ട് എടുത്തു. എക്സെൽ ഫിൻഡോർസെറ്റും സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസുമാണ്. ഫിൻഡോർസെറ്റിന്റെ അഡർന്ന് സെല്ലെടുത്തു, ബ്ലാക്ക് ഫേസിന്റെ അതിൽ നിന്ന് എഗ് എടുത്തു, എഗ് എടുത്തു. എന്നിട്ട് ഇതിന്റെ സെല്ലിലേക്ക് ഇതിന്റെ ന്യൂക്ലിയസ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ആ ഒരു സാധനത്തിന് ഇതിന്റെ ന്യൂക്ലിയസ് ആണ് ഉള്ളത്. എന്നിട്ട് ഇതിനെ മറ്റൊരു സരോഗസി, മറ്റൊരു അമ്മയിലേക്ക്, മറ്റൊരു ആടിലേക്ക് നിക്ഷേപിക്കുകയാണ്, ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയാണ്. മറ്റൊരു സ്കോട്ടിഷ് ബ്ലാക്ക് ഫേസിന്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. ആ കുഞ്ഞ് വളർന്ന് വലുതാവുമ്പോൾ ഇതേപോലെ, അതായത് നമ്മളെ ആദ്യത്തെ ഫിൻഡോർസെറ്റിന്റെ അതേപോലുള്ള കുട്ടി ഉണ്ടായി, അതിന്റെ ക്ലോണായി മാറി. അതിനെ ഡോളി എന്ന് വിളിക്കും. ഡോളി. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ പരാമർശിക്കുന്ന ഒരു കാര്യമായത് കൊണ്ടാണ് സാർ ഇത് പറഞ്ഞത്. കൃത്യമായി ശ്രദ്ധിച്ച് പഠിക്കണേ. റെഡിയല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. പെട്ടെന്ന് തീരുവേ. ശ്രദ്ധിക്കണം. റെഡി എല്ലാവരും നോക്കണേ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് പറയാനുള്ളത്. ലൈംഗിക പ്രത്യുൽപാദനം, സെക്ഷൽ റീപ്രൊഡക്ഷൻ. See, sexual reproduction, definitely there will be like fusion of gametes. Gametes fuse ചെയ്യണം. Specialized reproductive cell from male and female, and this is called sex cell or gamete. അപ്പോൾ ഇവിടെ മക്കളെ മനസ്സിലാക്കണം, മെയിലിന്റെ കേസിലുള്ള ഗാമീറ്റ് സ്പേം ആണ്. എന്താണ്? സ്പേം. ആൻഡ് ഫീമെയിലിന്റെ കേസിലുള്ള ഗമീറ്റിനെ നമ്മൾ എന്താ പറയാ? ഓവം എന്ന് പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം? എഗ്. ഓക്കെ, റെഡി. This is specialized cells, reproductive cells. Sperm is produced by male, ovum produced by female. Ovum produce ചെയ്യുന്ന ഫീമെയിൽ ആണ്. റെഡി, സെറ്റ്. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കാം. ഹ്യൂമൻ ബീയിങ്സിന് റിപ്രൊഡക്ഷൻ, സെക്ഷൽ റിപ്രൊഡക്ഷന് വേണ്ടിയിട്ട് we have got a wonderful system in our body. Okay, we have got a wonderful system in our body, and the system is reproductive system. So human possess a reproductive system which is responsible for all process of reproduction. So this is very important. Okay, this is very important. We human beings are gifted with wonderful system in our body called reproductive system, which is capable of undergoing the process of reproduction. Okay, ready? So talking about first reproductive system, that is male reproductive system. Male reproductive systemത്തിന്റെ ഭാഗങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. Okay, ready? So this is a pictorial representation of male reproductive system. This is the front view and this is the side view. Okay, ഇത് side view ആണ്. Okay, side നോക്കുമ്പോൾ you can see like this, and the gross internal structures also you can see. Front നോക്കുമ്പോൾ വ്യൂ ഇതാണ്. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനമായും മനസ്സിലാക്കേണ്ടത്, ഒരു മെയിലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ടെസ്റ്റിക്കിൾ അഥവാ ടെസ്റ്റിസ് ആണ്. റെഡി? ടെസ്റ്റിസ് ആണ്. എ മെയിൽ ഹാവ് ഗോട്ട് 2 ടെസ്റ്റിസ്. 2 ടെസ്റ്റിസ് ആണ് ഉണ്ടാവുക. ഒന്നല്ല, 2 ടെസ്റ്റിസ് ഉണ്ടാവും. 2 ടെസ്റ്റിസ്, or you can say a pair of testes. And testis is primary sex organ in male. Primary sex organ in male. Listen carefully. The primary sex organ in male are testis. Clear? It produces sperm. Okay? Testis produces sperm. And also male sex hormone. It's called testosterone. It's called testosterone. See, testis എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും? സ്പേം പ്രൊഡ്യൂസ് ചെയ്യും. സെക്സ് സെല്ലാണ് സ്പേം. സ്പേം മാത്രമല്ല, മെയിൽ ഹോർമോൺ ആയ ടെസ്റ്റോസ്റ്റിറോണിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണും പ്രൊഡ്യൂസ് ചെയ്യും. റെഡിയല്ലേ? റെഡിയാണെങ്കിൽ ശക്തിമാനിടണം. ഓക്കെ, റെഡി. അങ്ങനെ നമ്മൾ ടെസ്റ്റിസ് സ്പേം പ്രൊഡ്യൂസ് ചെയ്തു. ഈ സ്പേമിനെ കളക്ട് ചെയ്യുന്ന ട്യൂബാണ് ഈ കാണുന്ന ട്യൂബ്. ആ ട്യൂബിനെ വിളിക്കുന്ന ഒരു സ്പേം ഡക്റ്റ് എന്നാണ്. എന്താ വിളിക്കല്? ആ ട്യൂബിന് എന്താ പറയാ? സ്പേം ഡക്റ്റ് എന്ന് പറയും. മറ്റൊരു പേരാണ് വാസ് ഡിഫറൻസ്. സ്പേം ഡക്റ്റ് എന്ന് പറയും. ക്ലിയർ? അങ്ങനെ ആ സ്പേം ഇതേ കൂടി ഇങ്ങനെ വന്ന് ഇത് നമ്മൾ യൂറീറ്റർ ആണ്. കിഡ്നിന്ന് വരുന്ന യൂറീറ്ററിന്റെ ബാക്കിലേക്ക് കൂടി വന്ന്
ഇവിടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. ഇതിന്റെ ബാക്ക് സൈഡിൽ വന്ന് ഇവിടെ ജോയിൻ ചെയ്ത് സിംഗിൾ ട്യൂബിലേക്ക് ജോയിൻ ചെയ്യാണ്. ആ സിംഗിൾ ട്യൂബിനെയാണ് നമ്മൾ യുറീത്ര എന്നാ പറയാ കേട്ടോ. ഈ സിംഗിൾ ട്യൂബ്, അതായത് ഈ ഒരു നടുക്ക് കണ്ടു ഈ ട്യൂബ്, സാർ ഇങ്ങനെ ലേസർ പോയിന്റോട് കാണിക്കാം. ഈ നടുക്കുള്ളൊരു വഴി കണ്ടുവാ, അതിനെ നമ്മൾ യുറീത്ര എന്നാ പറയാ. യുറീത്ര. ഈ യുറീത്രയുടെ പ്രത്യേകത, യുറീത്രയിലൂടെയാണ് യൂറിനും അതുപോലെ തന്നെ സ്പേമും അല്ലെങ്കിൽ സെമനും കടന്നു പോകുന്നത്. ഓക്കെ, സ്പേമും യൂറിനും കടന്നു പോകുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ട്യൂബാണിത്. കോമൺ ട്യൂബ്. ആ കോമൺ ട്യൂബിനെയാണ് യുറീത്ര എന്ന് പറയുന്നത്. ഈ യുറീത്രക്ക് ചുറ്റുമാണ് പെനിസ് ഉള്ളത്. ഓക്കെ, യുറീത്രക്ക് ചുറ്റുമാണ് പെനിസ് എന്ന് പറയുന്ന സിലിണ്ട്രിക്കൽ, അല്ലെങ്കിൽ പീനസ് എന്ന് പറയുന്ന സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ ഉള്ളത്. ഇതൊക്കെ ഒരു മെയിലിന്റെ എക്സ്റ്റേണൽ ജെനിറ്റേലിൽ വരുന്ന ഭാഗം, പുറമേ നിന്ന് കാണുന്ന ഭാഗമാണ് ഈ പെനിസ് ഒക്കെ. ഓക്കെ, അപ്പൊ അതാണ് പെനിസ്. ഈ സിലിണ്ട്രിക്കൽ സ്ട്രക്ചർ ആണ് പെനിസ്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ജസ്റ്റ് നോക്കാം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗം. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓർ ഓർഗൻസ് include a pair of testes, singular testis, IS വരും. ഓക്കെ, 2 sperm duct and a penis. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഭാഗം കേട്ടോ. പ്രധാനപ്പെട്ട ഭാഗം. ഇതിലും കൂടുതൽ ഭാഗങ്ങൾ വരുന്നുണ്ട്, നമുക്ക് ഇത് 10ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, റെഡി. Testis produce the male gamete sperm. Millions of sperm are produced by the testis. Testis produce ചെയ്യുന്ന millions of sperm produce ചെയ്യും. ഒരു 830 അനീഷ അല്ലല്ലേ, വേറെ എന്തോ പേരല്ലേ. റെഡി. Male gamete sperm. മക്കളെ ഇത് ശ്രദ്ധിക്കണം. So what you see in this picture is human sperm. And human sperm, just understand, human sperm is motile. Motile means it can move. So if I am telling something has got the ability to move, that means that it must have some structure which is suitable for its action, right? See, ഞാൻ ഈ സ്പേം മൂവ് ചെയ്യാൻ പറ്റുന്ന ആളാണെന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താ? അതിന് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചർ ഉണ്ട് എന്നാണ്. സോ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് ടെയിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ മൂവ്. ഓക്കെ, ഇറ്റ്സ് മൊട്ടൈൽ. ആൻഡ് ഈ സ്പേം നമ്മൾ ഈസി ആയിട്ട് പഠിക്കാൻ ഇതിന് 3 റീജിയൻസ് ആക്കി മാറ്റാം. 3 റീജിയൻസ്. ഫസ്റ്റ് റീജിയൻ ഹെഡ് ആണ്. സോ ദിസ് ഈസ് ദ ഹെഡ്, തല. Then ഒരു നടുക്കഷ്ണം ഉണ്ട്, ദാറ്റ് ഈസ് മിഡിൽ പീസ്. Then we have got a tail. ഇത്രയും പഠിച്ചാൽ മതി. ഹെഡ്, മിഡിൽ പീസ് ആൻഡ് ടെയിൽ. ഹെഡിനകത്ത് അൾട്ടിമേറ്റ്ലി സ്പേം എന്ന് പറയുന്നത് ഒരു സെല്ലാണ്. സെല്ലല്ലേ? അപ്പൊ സെല്ലിന് ഉണ്ട ന്യൂക്ലിയസ് കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ. അപ്പൊ സെല്ലിന് ന്യൂക്ലിയസ് ഉണ്ട്, അത് ഹെഡിലാണ് കാണാം. ഹെഡിലാണ് നമുക്ക് ന്യൂക്ലിയസ് കാണാം. എക്രോസോം ഇപ്പൊ നിങ്ങൾ പഠിക്കേണ്ട, വലിയ ക്ലാസ് പഠിക്കും. ന്യൂക്ലിയസ് കാണാം. റെഡി? ദെൻ മിഡിൽ പീസിനകത്ത് മൈറ്റോകോൺട്രിയ കാണാം, അത് പഠിക്കണം. മിഡിൽ പീസ് മൈറ്റോകോൺട്രിയ, മിഡിൽ പീസിൽ എന്തുണ്ട്? മൈറ്റോകോൺട്രിയ. ആൻഡ് യു നോ മൈറ്റോകോൺട്രിയ ഇസ് പവർ ഹൗസ് ഓഫ് ദ സെൽ. ഒരു സെല്ലിന്റെ പവർ ഹൗസ്, എനർജി പ്രൊഡക്ഷന്റെ ഏരിയ ആണ് മൈറ്റോകോൺട്രിയ. ആൻഡ് യു ക്യാൻ സീ ദ ടെയിൽ. And you can see the tail, and by the lashing movement of the tail, sperm will move. So sperm will move with the help of the tail, the lashing movement of the tail. അങ്ങനെ ടെയിലിന് ആ ഒരു ലാഷിംഗ് മൂവ്മെന്റ് കിട്ടണമെങ്കിൽ it need energy. Without energy nothing can be done. Energy is capacity to do work. ഫിസിക്സിൽ പഠിച്ചു, capacity to do work ആണ് energy. So for the lashing movement of the tail, it need energy, and that energy is obtained from mitochondria present in the middle piece region. Ready? ഞാൻ പറഞ്ഞു അമേയ ഒരു 8:30 you can expect 8:30. Okay, ready. So this is our sperm and female reproductive system. I'm talking about female reproductive system. This is the structure. ഇതാണ് structure. ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ പ്രത്യേകത, നേരത്തെ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലെ ടെസ്റ്റിസ് പറഞ്ഞതുപോലെ ഇവിടെ ഫീമെയിൽസ് ആർ ഹാവിങ് ഓവറി, ആൻഡ് ഓവറി ഈസ് primary sex organ in females. Primary sex organ in females is ovary. Primary sex organ in male, testis. Primary sex organ in female is ovary. Ovary produces
Ovary produces ovum, or you can call egg. 2 ovaries. Alternatively they are producing ovum. First month, this ovary will produce ovum. At that time, this ovary will not produce ovum. Okay. Next month, this ovary will produce ovum. At that time, this ovary will be like ideal. This will repeat. Okay. Alternative month, they will be producing ovum. So this month, I will be producing. Next month, your turn. Like that way. Ready? Rust la. Battery. Battery, like a battery. Correct. Middle piece. Yes, ovary will produce ovum, and ovary producing ovum, right? Ovum producing. And the ovum is non-motile. What is non-motile? It will not move. Non-motile means it will not move. Sperm is motile, I told you. Because sperm can move by the lashing movement of the tail. But if you see the ovum, it is not having any locomotory structure. It cannot move. It is stationary. Sperm ovum move ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ആ ഓവത്തെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ വലിയ ക്ലാസ് പഠിക്കും. ഫിംബ്രി എന്ന് പറയും. അത് ഓവത്തെ കളക്ട് ചെയ്യും. എന്നിട്ട് ഓവിഡക്റ്റിലൂടെ പാസ് ചെയ്യും. ആൻഡ് ഓവിഡക്റ്റിന്റെ മറ്റൊരു പേരാണ് ഫെലോപ്പിയൻ ട്യൂബ്. ഫെലോപ്പിയൻ ട്യൂബ്. റിവിഷൻ സെഷൻ ആയതുകൊണ്ട് പറഞ്ഞു പോകട്ടെ. ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചാണ് സ്പെർമും ഓവം ഫ്യൂസ് ചെയ്യുന്നത്. സോ സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഫെലോപ്പിയൻ ട്യൂബ് ആണ്. സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷനും ഫെലോപ്പിയൻ ട്യൂബ് ആണ്. ഇനി കുഞ്ഞ് വളരുന്ന ഭാഗം, ദിസ് ഇസ് യൂട്രസ്. യൂട്രസ് ഇസ് ദ ഏരിയ വേർ ബേബി ഗ്രോ. കുഞ്ഞു വളരുന്ന ഭാഗം, ഇംപ്ലാന്റേഷൻ ഒക്കെ അതൊക്കെ സംഭവിക്കുന്നത് അവിടെയാണ്. Ready? Yes. Ready. Female reproductive organs are pair of ovary, oviduct, fallopian tube, uterus. Ovary produces female gamete, ova, eggs. In human being, single matured egg is released into the oviduct by one of the ovaries every month. Uterus is the part where development of baby take place. Like the sperm and egg is also a single cell. മക്കളെ ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. Egg may be very small as in human, large as you compare in ostrich egg. Ostrich egg is the largest one. Then fertilization. What is fertilization? Very simple. Fertilization എന്ന് പറഞ്ഞാൽ it's a fusion process. Fusion process of sperm and ovum. Ovum sperm കൂടി ചേരുന്നതിന് fertilization എന്ന് പറയും മക്കളെ. Fertilization എന്ന് പറയും. Ready അല്ലേ? See, during fertilization, nuclei of sperm and egg join together to form a zygote. Single nucleus zygote form ചെയ്യും. Zygote. So after fertilization, zygote is produced. See, you can see here picture നോക്കിയേ. You can see this is the ovum and this is our sperm, right? And sperm, millions of sperm approaches ovum. But only one sperm is able to fertilize the egg. Millions of sperm will be approaching ovum. So I will be fusing with you, not you, I will be fusing. So millions, ഒരുപാട് ലക്ഷക്കണക്കിന് sperm വരും ovumത്തിന് എടുക്കുക. But only one sperm is able to fuse with the ovum. ഒറ്റൊരാൾക്കേ പറ്റുള്ളൂ. And that one sperm will enter the ovum, and nuclei of that particular sperm will fuse with nuclei of the ovum. അതായത് ആ ഒരു സ്പെർമിന്റെ ന്യൂക്ലിയയും ഈ ഓവത്തിന്റെ ന്യൂക്ലിയയും പരസ്പരം കൂടിച്ചേർന്ന് ഒരു സിംഗിൾ ന്യൂക്ലിയ ആയി മാറും. And it will form zygote. Clear? ഈ സൈഗോട്ടിന് പിന്നീട് ഡിവിഷൻ സംഭവിക്കും. പറയാം. Zygote division. See, this is our sperm, ovum, fused to form zygote. Division സംഭവിച്ച് embryo ആയി മാറി. Embryo again divide to form fetus ആയി മാറും. Okay, fetus. I hope this is clear. Okay, ഇത് clear അല്ലേ? Set അല്ലേ? So testis producing the sperm, ovary producing the ovum, and sperm being motile. After insemination, the sperm will climb
and it will fuse with the ovum to produce zygote, and zygote is unicellular, which will start dividing to form the embryo, and then it again divide and differentiate to form different body parts, and that is the fetus. Okay, clear? Then two types of fertilization, very important. First one is internal. See, in biology, it is very easy to score mark. Even if you don't know anything, it is very easy to score mark just by analyzing the question. If you have got a little time to just analyze the question, just understand the question, it will be very easy for you to score nice mark. So, internal fertilization. Internal means what? Inside. Fertilization means what? Fusion of gamete. Fusion of sperm and ovum. See, if the fusion of sperm and ovum happens within a female body or inside the female body, such a type of fertilization is internal. Like human being, like dog, like hen, like cow. These animals, if you are considering, fertilization is happening inside the female body. That is internal fertilization. And in case of frog and aquatic animals, fusion of gamete take place outside the body. So in that case, fertilization is happening outside, right? So outside, external. Fusion, fertilization. So external fertilization. So external fertilization in which fusion of male and female gametes take place outside the female body. External. It is very common in aquatic animals like fishes, starfish, etc. Okay, you guys are answering. Very brilliant. Very good. You guys are very brilliant. Okay. Really proud of you guys. Okay. Yes. Here is a question for you. Why do fish and frogs lay eggs in hundreds, whereas a hen lays only one egg at a time? See, aquatic animals, they are laying more number of eggs compared to terrestrial one. Like in hen case, hen is laying one egg per time, but frogs are laying hundreds of eggs. Why? Though these animals lays hundreds of eggs and release millions of sperm, all the eggs do not get fertilized and develop into individuals. So producing more number, just making sure that, okay. എന്താണ് അത് അർത്ഥമാക്കുന്നത്? ഒരുപാട് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും കുറച്ചെണ്ണം ഫെർട്ടിലൈസ് ചെയ്യപ്പെടാം. ഒരുപാട് എണ്ണം ഉണ്ട്. One minute. Okay. അപ്പൊ ഒരുപാട് എണ്ണം ഉണ്ട്, അതിലെ കുറച്ചെണ്ണം എങ്കിലും ഫെർട്ടിലൈസ് ആവാം എന്ന രീതിയിൽ they are producing more numbers. ഹെന്നിന്റെ കേസിൽ ഒന്ന് മതിയാവും, അത് ഫെർട്ടിലൈസ് ആവും. ആ ഒരു ഐഡിയ കൊണ്ടാണ്. റെഡി. ഓക്കെ, അതാണ് കേട്ടോ. അടുത്തത് ഒരു സിംഗിൾ സെല്ലാണ് നമ്മുടെ സൈഗോട്ട്. സൈഗോട്ട് is single cell and it is dividing, right? It is dividing. Initially it is single cell, it is dividing, single cell divided to 2 cell, then 4 cell stage, 8 cell stage, 32 cell stage, then again it's dividing and is implanting in the uterine wall. Yes, Tapasranjan, that's again another point. Producing more number of eggs. So predation, always it's external fertilization, then it's a more chance of predation. Correct. Embryo ആയി മാറി അങ്ങനെ പിന്നീടാണ് ഫീറ്റസ് ആയി മാറുന്നത്. ഓർഗൻസ് ഡെവലപ്പ് ചെയ്യും, പിന്നീട് കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ വളരും. സോ അതാണ് സംഭവിക്കുന്നത്.
Embryo continue to develop in the uterus. It gradually develops the body parts such as hands, legs, head, ear, eyes, etc. The stage of the embryo in which all the body parts can be identified is called fetus. That's the difference between embryo and fetus. Fetus means body parts are visible, body parts can be like identified. Okay, ready akane, set akane. Internal fertilization take place in hens also, but do hens give birth to babies? No, hens are not giving birth to baby. They are laying egg, and that egg need to hatch to produce chicken, right? So the organism which are giving birth to babies are called viviparous organism, and organism like this hen, they are laying egg, and egg need to be hatched to give rise to, egg hatch ചെയ്തതിനു ശേഷം കുഞ്ഞുങ്ങൾ വരുന്നത്, that is oviparous. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നവരെ oviparous എന്നും, പ്രസവിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നവരെ viviparous എന്നും നമ്മൾ പറയുന്നു. ഓക്കെ, അത് ജസ്റ്റ് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു ഏരിയ ആണ് viviparous, aviparous നമ്മൾ പറഞ്ഞു. ലാസ്റ്റ് ഏരിയ ആണ് young one to adult, that is metamorphosis. ഇത് ശ്രദ്ധിക്കണം, മെറ്റാമോർഫോസിസ് ശ്രദ്ധിക്കണം. ഒരു മിനിറ്റ്, എല്ലാം സെറ്റ് ആണെങ്കിൽ ശക്തിമാൻ ഇമോജി ഇടണേ. ശക്തിമാൻ ഇമോജി നിങ്ങളെ ചാറ്റ് കാണില്ല. ഒറ്റ മിനിറ്റ്. ഓക്കെ, ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ശക്തിമാൻ. ഓക്കെ, അപ്പൊ ഇവിടെ ലാർവൽ സ്റ്റേജിൽ നിന്ന് ഇവിടെ നമുക്ക് ടാഡ്പോൾ, നമുക്കറിയാം മുട്ടയിട്ടു, തവള മുട്ടയിട്ടു, ഫെർട്ടിലൈസേഷൻ നടന്നു, പിന്നീട് ടാഡ്പോളായി, ഏർലി ടാഡ്പോൾ, ലേറ്റ് ടാഡ്പോൾ, അങ്ങനെ അഡൾട്ട്, യങ് ഫ്രോഗ്, പിന്നെ അഡൾട്ട് ഫ്രോഗ്. അപ്പോൾ ലാർവൽ സ്റ്റേജിൽ നിന്ന് അഡൾട്ടിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ, അതിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അതിവിടെ മാത്രമല്ല, ഏതൊരു കേസ് എടുത്താലും, ഇപ്പോൾ നമ്മുടെ സിൽക്ക് വാമിന്റെ കേസ് എടുത്താലും, ബട്ടർഫ്ലൈയുടെ കേസ് എടുത്താലും, ഈ സ്റ്റേജസിലൂടെ കടന്നു പോകണം. ലാർവൽ സ്റ്റേജിൽ നിന്ന് അഡൾട്ടിലേക്ക് എത്തണമെങ്കിൽ ആ സീരീസ് ഓഫ് ചേഞ്ചസിന്റെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റാമോർഫോസിസ് എന്ന് പറയും. മെറ്റാമോർഫോസിസ് അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ചാപ്റ്ററിൽ. സോ ഇത്രയുമാണ് നമുക്ക് റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട്, 1.5 മണിക്കൂർ സമയം കൊണ്ട് 2 ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. കൺസർവേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്, അതോടൊപ്പം തന്നെ റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസ്. സോ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തന്നെ കരുതുന്നു. തീർച്ചയായും മികച്ച രീതിയിൽ പഠിക്കുക, നല്ല മാർക്ക് തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. ക്ലിയർ അല്ലേ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, വാല്യൂബിൾ ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷമുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചുകൊണ്ട് ആ ഒരു ചോദ്യത്തിനുള്ള ആൻസറും കമന്റ് ബോക്സിൽ പറയണം. അഡ്വാൻറ്റേജ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓവർ അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അഡ്വാൻറ്റേജ് ഓഫ് ഞാൻ എഴുതി വെക്കാം. ആ ഒരു ചോദ്യത്തിന്റെ ആൻസർ കൂടി കമന്റ് ബോക്സിൽ എഴുതുക കേട്ടോ. കമന്റ് ബോക്സിൽ എഴുതുക. അഡ്വാൻറ്റേജ് ഓഫ് sexual reproduction over asexual reproduction. ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ ബൈ.